അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ കാരണവന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈയൊരു സമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പുതിയ കാലമെന്ന് പറയുന്നത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളുമെല്ലാം വളർന്നു വരുന്ന തലമുറയെ ബോധ്യപ്പെടുത്തേണ്ട കുടുംബത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും, എന്തിനാണ് കുടുംബം, കുടുംബത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതെല്ലാം സമൂഹത്തെ നിരന്തരമായി നിർബന്ധമായി ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്ക്രീനിൻ്റെ മുമ്പിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂറും 9 മണിക്കൂറുമാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറ സ്ക്രീനിന്റെ മുമ്പിൽ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും അവർ പഠിക്കുന്നതും അനുകരിക്കുന്നതും കേരളത്തിലെ അറിയപ്പെട്ട സെലിബ്രിറ്റികളിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്നാണെന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. എട്ട് മണിക്കൂറും 9 മണിക്കൂറൊക്കെ സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ മക്കൾ അവരാരെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് കുടുംബമെന്ന സംവിധാനത്തോട് ഇത്ര പുച്ഛം വരാൻ കാരണമെന്താണ്? ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പുതിയ തലമുറ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണം വേണ്ടെന്നാണ്. പുതിയ തലമുറ പറയുന്നത്, പെൺകുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ തന്നെ മതി എന്നാണ്. ആൺകുട്ടികൾ പറയുന്നു ഞങ്ങൾ ആൺകുട്ടികൾ മതി എന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന മക്കൾ പറയുന്നു, പെൺകുട്ടികൾ പറയുന്നു കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവരെങ്ങനെ പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കേരളത്തിലെ അറിയപ്പെട്ട ഒരു സംവിധായകനുമായുള്ള ഒരു ഇന്റർവ്യൂ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്.
അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുടുംബമെന്ന സംവിധാനത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? അതിൽ അദ്ദേഹം പറയുന്നത്, കുടുംബമെന്ന സംവിധാനം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണ്. വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണ്. ചോദ്യകർത്താവ് ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. കുടുംബം എന്ന സംവിധാനം വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണെന്ന് പറയാനൊരു കാരണം ഉണ്ടാവില്ല. അതെന്താണ് ആ കാരണം എന്ന് ചോദിച്ചു. അതിൽ അദ്ദേഹം പറയുന്ന മറുപടിയാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട മറുപടി. അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു കൊലപാതകം ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും 100-ൽ 110 വട്ടം എന്നെ സഹായിക്കും, എന്നെ സംരക്ഷിക്കും. മഹറുമാല വിറ്റ് താലുമാല വിറ്റിട്ടെങ്കിൽ എന്നെ ജാമ്യത്തിൽ അവരിറക്കും. പക്ഷേ എനിക്കൊരു പെണ്ണുമായി അവിഹിതമായ ബന്ധമുണ്ട് എന്ന് എൻ്റെ കുടുംബം അറിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ ചങ്കിന് പിടിക്കും, എൻ്റെ കുടുംബം എൻ്റെ നേർക്ക് നേരെ തിരിയും, ഞാനും കുടുംബവും തമ്മിൽ തെറ്റും. പരസ്ത്രീ ബന്ധത്തിന്, അവിഹിത ബന്ധത്തിന് കുടുംബം തടസ്സാണ്. അതുകൊണ്ട് കുടുംബം മോശമാണ്. ഈ ചങ്ങായിമാരെയാണ് നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ നമ്മുടെ തലമുറക്ക് ലഭിക്കുക? അതുകൊണ്ടാണ് വിസ്ഡം യൂത്തും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാരും കുടുംബം എന്ന വിഷയം ഇത്തരം വിജ്ഞാന സദസ്സുകളിൽ വിഷയമായി തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. എന്തിനാണ് വിവാഹം? എന്തിനാണ് കുടുംബം എന്ന സംവിധാനം? പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ലളിതമായ വാചകങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്, ഇണ തുണ സംവിധാനത്തെ അല്ലാഹു നിശ്ചയിച്ചത്, മതപരമാക്കിയത് ലിതസ്കുനു ഇലൈഹ, സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനാണ്. അപ്പൊ വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? കുടുംബം എന്ന സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ്? സമാധാനമാണ്. ഇത് കേൾക്കുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന പലരും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, കുടുംബം എന്ന സംവിധാനം, വിവാഹത്തിന്റെ ലക്ഷ്യം സമാധാനമാണെങ്കിൽ നിങ്ങൾ പറയുന്ന സമാധാനമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ഉള്ള സമാധാനം പോവുകയാണല്ലോ ചെയ്തത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. വിവാഹത്തിലൂടെ സമാധാനമാണ് ലഭിക്കേണ്ടതെങ്കിൽ, കുടുംബം എന്ന സംവിധാനത്തിലൂടെ സമാധാനവും സംതൃപ്തിയും നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. ഇവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാം ഏതൊന്നിന്റെ ലക്ഷ്യം പഠിപ്പിച്ചാലും അതിലേക്കുള്ള മാർഗവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ആരെ വിവാഹം ചെയ്യുന്നു എന്നത് കുടുംബ ജീവിതത്തിലെ സംതൃപ്തകരമായ ജീവിതത്തിന്, സമാധാനപരമായ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് ആരെയാണ്? മുഹ്സനാത്തിൻ, പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. 2 പറഞ്ഞാൽ എന്താ അറിയോ? ഗൈറ മുസാഫിഹാത്തിൻ, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്നവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും പറയുന്ന എന്താ? ആൺകുട്ടികളും പെൺകുട്ടികളും തൊട്ടിയുരുമ്മി പഠിച്ചാലേ പഠനം പാൽപായസമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഞാൻ ഓനൊന്ന് തൊട്ടാൽ എന്താ ഇപ്പൊ കുഴപ്പോ? ഓനൊന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പോ? ഒരു ഉമ്മ കൊടുത്താൽ എന്താ കുഴപ്പോ? ഓന്റെ ഒരു ദിവസം കിടന്നു, എന്താ ഇപ്പൊ കുഴപ്പോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, പരസ്യമായി വ്യഭിചാരത്തിനിറങ്ങുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുത്. ഈ വാചകത്തിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് ഇങ്ങോട്ട് നോക്ക്, ഈ കൊറോണ, ആഫ്റ്റർ കൊറോണക്ക് ശേഷം നമ്മള് പെൺകുട്ടികളിൽ നമ്മൾ കണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? കോസ്മെറ്റിക്സിന്റെ ഉപയോഗം. ലോകത്ത് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് കോസ്മെറ്റിക്സിലാണ്. നമ്മുടെ കൊറോണക്ക് ശേഷം നമ്മളെ കുട്ടികൾ ചുണ്ട് ചുവപ്പിക്കാനും ഐഷാഡും ഐലൈനറും
മുഖം പുട്ടിയിടാനൊക്കെ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ. അതിന്റെ മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടിയൊക്കെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്കൊക്കെ ഒരു ബേജാറും ഒരു ഉള്ളിൻ്റെ ഉള്ളില് ഒരു ആത്മീയമായ ബോധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിലൂടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ചുണ്ടുകൾ വരെ ചോപ്പിക്കാൻ തുടങ്ങി. എന്താ അവസ്ഥ? ചുണ്ട് ചോപ്പിക്കുക. എന്തിനാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ശരീരത്തിലെ ന്യൂനതകൾ മറച്ചു വെക്കാൻ. 2, സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ അറിയോ? കുല്ലു അയ്യിനുൻ സാനിയ. ആളുകളെ കാണിക്കാൻ വേണ്ടി വേഷം ധരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ സഞ്ചരിക്കുന്ന വ്യഭിചാരിണികളാണെന്നാണ്. ഈ കോസ്മെറ്റിക്സ് ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു നല്ല കല്യാണാലോചന അവർക്ക് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ എന്നോട് ഒരിക്കല് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ, പിന്നെ പാലക്കാട് NSSൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, നിങ്ങള് വീട്ടിന്റെ അടുത്താണെന്നാണ് പറഞ്ഞത്, നല്ല കുട്ടിയാണെന്നാണ് വിവരം കിട്ടിയത്, നിങ്ങളൊന്ന് അന്വേഷിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനെന്തെന്ന് വെച്ചാല്, നല്ല കുട്ടിയല്ലാതെ വളരെ നല്ല കുട്ടിയാണ്, ഞങ്ങളോടൊക്കെ വളരെ മനോഹരമായ പെരുമാറ്റവും നല്ല ദീനൊക്കെ ഉള്ള, നല്ല ചിട്ടൊക്കെ ഉള്ള, നല്ല വേഷവും ഇസ്ലാമിന്റെ വേഷമൊക്കെ സ്വീകരിച്ച ഒരു മോളാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യട്ടെ, ഓള് പഠിക്കുന്ന സ്ഥാപനത്തിലെ ഓളെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ടാവില്ല, നമ്മളെ കുട്ടികളുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോ എന്താ വെച്ചാല്, എന്നോട് പറഞ്ഞെന്താ വെച്ചാല്, നിങ്ങൾ വിചാരിക്കുന്ന പെൺകുട്ടിയല്ല പെൺകുട്ടി. നിങ്ങളെ വീട്ടിലും നിങ്ങളെ നാട്ടിലും നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ സമൂഹത്തിലൊക്കെ അറിയപ്പെട്ട ഒരു കുട്ടിയായിരിക്കും ദീനിന്റെ വിഷയത്തിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടീന്റെ പണി എന്താ അറിയോ? ആ കുട്ടി ബാഗിൽ കൊണ്ടെടുക്കാണ് കോസ്മെറ്റിക്സ്. എന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് ചുണ്ടിങ്ങനെ ചോപ്പിക്കും. രാവിലെ ചോപ്പിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോപ്പിക്കുകയാണ്. മുഖത്ത് പുട്ടിയിടാതെ ഒരു ദിവസം പോലും ക്ലാസ്സിലേക്ക് വരൂല. ഈ കുട്ടി നമുക്ക് വേണമെന്ന് വെച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ വാപ്പ എന്നോട് പറഞ്ഞു, ആ ജാതി മക്കൾ നമ്മളെ കുടുംബത്തേക്ക് വേണ്ടട്ടോ. അതെന്താ? ഒരു നല്ല മനസ്സിന്റെ ഉടമയല്ല, ഹൃദയം മലീമസമാണ്. ആ ഹൃദയം മലീമസമായ ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും. ഇത് വെറുതെ പറഞ്ഞല്ല, ഗൗരവതലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ആരെ വിവാഹം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ് കുടുംബജീവിതത്തിലെ സംതൃപ്തിക്കും സമാധാനത്തിനും. 3-ാമത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? വലാ മുത്തഖിദാത്തി അഖ്ദാൻ. രഹസ്യമായ കൂട്ടുകാരിയെ സ്വീകരിച്ചവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അത് നിങ്ങൾ പ്രണയമെന്ന് പേരിട്ടാലും പ്രേമമെന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും അങ്ങനത്തെ ഒരു കല്യാണത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യരുതെന്നാണ്. നോക്ക്, ഇന്ന് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്, പ്രിയപ്പെട്ട പെൺകുട്ടികളുടെ വിഷയത്തിൽ വേദനിക്കുന്നത്, നമ്മളെ പെൺകുട്ടികളൊക്കെ വിചാരിച്ചെന്താ അറിയോ? ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത്, PGക്കൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഓലിക്കോലെ പുതിയാപ്പിളരെ കണ്ടെത്താനാണെന്ന്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ കണ്ടെത്താൻ യോഗ്യതയില്ലാത്ത ആൾക്കാരാണോ ഇവിടുത്തെ വാപ്പമാര്? നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ കുട്ടികൾ വിചാരിക്കുകയാണ് ഞങ്ങൾ എന്തിനാ PGക്കും ഡിഗ്രിക്കൊക്കെ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾക്ക് പുതിയാപ്പിളരെ ഞങ്ങൾ കണ്ടെത്താനാണെന്നാണ്. അത് ഒഴിവാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ പ്രണയ വിവാഹത്തിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നവർ, കുടുംബ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടവർ 80% ആൾക്കാരും കുടുംബജീവിതം തകർന്നു പോയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ജീവിതം ആരംഭിക്കുന്ന തന്നെ പടച്ചോന്റെ തൃപ്തി ഇല്ലാതെയാണ്. പിന്നെ എങ്ങനെയാ അതിൽ ബർക്കത്ത് ഉണ്ടാകുക? നിക്കാഹിന് ശേഷം എല്ലാരും കൂടെ പറയണെന്താ? ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകട്ടെ. അല്ലാഹ് പറയാൻ ഞാൻ ബർക്കത്ത് കൊടുക്കൂല. കാരണം എന്താ? എന്റെ സംതൃപ്തിക്ക് വിരുദ്ധമായി, എന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ജീവിതം ആരംഭിച്ചവരാണ്. പിന്നെ എങ്ങനെയാണ് പടച്ചോനെ അവർക്ക് ബർക്കത്ത് കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങളൊക്കെ രാവിലെ എണീറ്റിട്ട് പടച്ചോനോട് പറയുന്ന വാചകം എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നു. വഅസ്ലിഹ് ലീ ശഅനി കുല്ല. എന്റെ പ്രശ്നങ്ങളൊക്കെ, എന്റെ കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണം. അടുത്ത വാചകം എന്താ? വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അല്ലാഹുവേ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. നിന്റെ ബർക്കത്തും നിന്റെ സഹായവും നിന്റെ പരിഗണനയും നിന്റെ നോട്ടവും നിന്റെ റഹ്മത്തുല്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നവര്, പ്രഖ്യാപിക്കുന്നവരാ ഞാനുങ്ങളും.
പടച്ചോന്റെ റഹ്മത്തും ബറക്കത്തും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? പ്രണയത്തിലൂടെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നവർ മനസ്സിലാക്കണം, പടച്ചോന്റെ ബറക്കത്ത് കിട്ടൂല. അപ്പൊ ഞാൻ ഒരു 4-5 മാസം മുമ്പ് വന്ന എൻ്റെ ഓർമ്മ, മിമ്പറിന്റെ മുകളിൽ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് വന്നിട്ട്, ഒരു ഷമീർ കണ്ട് തിരൂര്, ഇവർ വന്നിട്ട് പറഞ്ഞത്, അസ്ക ഒരു ചെറിയൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പിന്നെ ഇച്ചാത്താൻ്റെ മകൾക്ക് ഒരു ചെറിയൊരു സർജറി ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. വളരെ 37-38 വയസ്സേ ഉള്ളൂ. ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്നനാളം ചുരുങ്ങിപ്പോയി. എന്നിട്ട് 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറ്റിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നിട്ട് ഞാൻ ചോദിക്കാൻ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അന്നനാളെ ചുരുങ്ങിയപ്പോ എന്ത് ചെയ്തെന്നറിയോ? ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല. അത് മാത്രല്ല, ഇന്നലെ ഞാന് പിന്നെ അസ്ഹർ ചാലിശ്ശേരിയുടെ കൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ എന്നോട് പറയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ പള്ളിയിൽ നിന്ന് പിരിവ് നടത്തിയിട്ടുണ്ട്, 15,000 റുപ്യ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അതാർക്കാന്ന് ചോദിച്ചു. അപ്പൊ പറയാണ്, എന്റെ നാട്ടില് പാൻക്രിയാസ് എടുത്തു മാറ്റിയ ഒരു മനുഷ്യനുണ്ട്, അയാൾക്കുള്ള ചികിത്സ. ഞാൻ ചോദിച്ചു അയാൾക്ക് എന്താ ചികിത്സ? പാൻക്രിയാസ് ക്യാൻസർ വന്ന് പാൻക്രിയാസ് എടുത്തു ഒഴിവാക്കേണ്ട ഒരവസ്ഥ വന്നു. എന്നിട്ട് അയാൾക്ക് ശരിക്കും എന്താ അറിയോ, ഒരു മണി, നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു വറ്റുണ്ടല്ലോ, ഒരു വറ്റ് വയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ദഹിക്കണമെങ്കിൽ ഒരു ഗുളിക കുടിക്കണം. ഒരു വറ്റ് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഗുളിക കൊടുക്കണം. ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കും, 3 നേരവും അത് ദഹിക്കണമെങ്കിൽ 3 ഗുളിക കുടിക്കണം. 1500-2500 റുപ്യന്റെ ഗുളിക. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനും നിങ്ങളൊക്കെ എണ്ണിയൊക്കെ നമ്മൾ എത്ര കൊല്ലം നമ്മളിവിടെ ജീവിച്ചേ, ആ ഓരോ കൊല്ലത്തിൽ നമ്മൾ കുടിക്കുന്ന ഗുളികേന്റെ പൈസ ഒന്ന് എണ്ണിയൊക്കെ. ഇതൊക്കെ ആരാ ചെയ്തെന്നത്? പടച്ചോനാണ്. ഈ റഹ്മത്തൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ ബറക്കത്തൊക്കെയും മരണം വരെ നമുക്ക് ലഭിക്കണമെങ്കിൽ, ജീവിതാന്ത്യം വരെ നമുക്ക് ലഭിക്കണമെങ്കിൽ പടച്ചോന് പൊടുത്തക്കേടുള്ള ഒരു പണി നമ്മളിടത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊക്കെ അള്ളാന്റെ അനുഗ്രഹം തടഞ്ഞു വെക്കും. അള്ളാന്റെ അനുഗ്രഹം തടഞ്ഞു വെക്കും. ഖുർആൻ പറഞ്ഞില്ലേ, ഉമ്മന്റെ വയറ്റിൽ നിങ്ങൾ പുറത്തു വന്നതൊന്നും അറിയാത്ത നിലയില്ല. പടച്ചോങ്ങൾക്ക് കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, ഹൃദയം തന്നില്ലേ. എന്തിനാ ഇതൊക്കെ തന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്ന അടിമകളായി തീരാനാണ്. അപ്പൊ ശുക്ർ ചെയ്യുന്ന മനുഷ്യന്മാരായി തീരാനാണ് പടച്ചോൻ ഇതൊക്കെ നമുക്ക് തന്നത്. അപ്പൊ ഞാൻ 3ാമത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വിവാഹ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കണമെങ്കിൽ കെട്ടുന്ന പെണ്ണ് പ്രേമത്തിലൂടെ പ്രണയത്തിലൂടെ കണ്ടെത്തിയ പെണ്ണാകരുത്, കെട്ടുന്ന പുതിയാപ്പിള അങ്ങനെ തിരഞ്ഞെടുത്തവരാകരുത് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷനും സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനവും ഭാര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്, ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അപ്പൊ ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഈ പിന്നെ ഭർത്താവിന്റെ മൊബൈലിന്റെ ലോക്കൊക്കെ ഭാര്യ അറിഞ്ഞോട്ടെ, വലിയ പ്രശ്നമായിരിക്കും. എന്താ അറിയോ, ഭർത്താവിന്റെ ഫോൺ ഇങ്ങനെ എപ്പം നോക്കിയാലും ഭർത്താവിന്റെ ഫോണിനോട് ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെന്താ? മൂപ്പരെ ഫോണിൽ ആരെയും വിളിക്കണ്ടോ എന്നൊക്കെ നോക്കുകയാണ്, ബേജാറ് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളെ ലോക്കെങ്ങാനും ഓല അറിയാത്ത ലോക്കാണെങ്കിൽ, ഇതെന്താ തുറന്നിട്ട് കിട്ടാത്തത്, ഇത് ഇതിന്റെ ലോക്കൊന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അത് എനിക്ക് തുറന്നു തരാൻ പറ്റൂല, അതിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ അപ്പൊ പറയും, അപ്പൊ ഞാൻ കാണാൻ പറ്റാത്ത പലതും ഇതിലുണ്ടല്ലേ എന്ന് പറഞ്ഞാല് ഒരു വിശ്വാസം. അത് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബജീവിതം മനോഹരമാക്കുന്നത് വിശ്വാസമാണ്. ഇങ്ങോട്ട് നോക്ക്, രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ ഇറങ്ങാണ്, വൈകുന്നേരം രാത്രി നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നത് നമ്മളെ ഭാര്യനെ കുറിച്ചുള്ള ഒരു സംശയത്തിന്റെ കരുനേലിലാണ്. എന്തെങ്കിലും ഒരു സംശയം നമ്മളെ ഭാര്യനെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. ആ ജീവിതം ഖബറിന് സമാനമായ ജീവിതമായിരിക്കും. എത്ര വലിയ വീടുണ്ടായിട്ടെന്താ, എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്താ, എത്ര വലിയ സാമ്പത്തികമായ ഭദ്രതയുണ്ടായിട്ടെന്താ, ഒരു സംതൃപ്തിയും ജീവിതത്തിൽ ഉണ്ടാകൂല. അതുകൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനം എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല.
അത് ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയാം, പ്രിയപ്പെട്ട സഹോദരിമാരോടാണ്. ഒരു പെണ്ണിൽ നിന്ന് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ എന്താ അറിയോ? റെസ്പെക്റ്റ്, ബഹുമാനമാണ്. ഏതൊരു പെണ്ണിൽ നിന്നും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ്. ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുക എപ്പോഴാണെന്നറിയോ? ഭർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതൊന്നും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഭാര്യമാരുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ആരാ പ്രിയപ്പെട്ടവരെ ഭർത്താവ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി ഒരു സ്വഹാബ വനിത കടന്നു വന്നു. ദീന് പഠിച്ച് തിരിച്ചു പോകുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദാതു സൗജിൻ അൻതി, നിനക്ക് ഭർത്താവുണ്ടോ? അവര് പറഞ്ഞു, നബി എനിക്ക് ഭർത്താവുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, കൈഫ അൻതി ലഹു, നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവര് പറഞ്ഞു, നബിയേ ലാ ആലു ലാ ഉകസ്സിറു ഫീ ഖിദ്മതിഹി ശൈആ, എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ, പരിചരിക്കുന്നതിൽ, ആദരിക്കുന്നതിൽ, അനുസരിക്കുന്നതിൽ ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല നബിയേ. ഉടനെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅലമി, ഈ സഹോദരി നീ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ ഭർത്താവാണ് നിന്റെ സ്വർഗം, നിന്റെ ഭർത്താവാണ് നിന്റെ നരകം. ഒരു പെണ്ണിന്റെ സ്വർഗം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ്. ഒരു പെണ്ണിന്റെ നരകം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാണ്. എന്റെ ഭർത്താവ് സ്വർഗാണ് എന്റെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റൂലേ? ഉറപ്പായിട്ടും പറ്റും. ഭർത്താവിന്റെ വിലയും നിലയും മനസ്സിലാക്കാൻ നമ്മളെ പെണ്ണുങ്ങൾക്ക് കഴിയാതെ പോയതാണ് ഭർത്താവിനോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്ന പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുണ്ടാകാൻ കാരണം. അല്ലെ? യാതൊരു സംശയവും. പിന്നെന്തറിയോ? പിന്നെ എപ്പോഴാ ഭർത്താവിന്റെ വിലയും നിലയൊക്കെ അറിയാന്നറിയോ? ഭർത്താവ് നഷ്ടപ്പെടുന്നൊരു ദിവസമുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുള്ളില് 2 പലകളുള്ള കട്ടിലിന്റെ മുകളിൽ ജീവനില്ലാത്ത ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ടു നോക്കുന്നൊരു ദിവസമുണ്ട്. അന്നേ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് സ്ത്രീകളൊക്കെ നിസ്കരിച്ചിട്ട് അവസാനം മക്കള് വന്നിട്ട് ഉമ്മന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കും, ഉമ്മച്ചിയെ ഉപ്പച്ചീനെ കൊണ്ടുപോവാണ്, നമുക്ക് അവസാനം ഒന്ന് കാണണ്ടേന്ന് ചോദിക്കും. ആ സമയത്ത് 2 പേരുടെ തോളിൽ കൈയിട്ട് ഭർത്താവിന്റെ മയ്യത്തിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിരുന്ന് നെറ്റിത്തടത്തിൽ അന്ത്യചുംബനം നൽകി വീട്ടിൽ നിന്ന് യാത്രയേക്കുന്ന ഘട്ടത്തിൽ ഉള്ളിന്റെ ഉള്ളുന്ന ഒരു പടക്കല് പടക്കും, പടച്ചോനെ എനിക്കൊരു നല്ല ഭാര്യയാകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് സംതൃപ്തപരമായ ഒരു ജീവിതം എന്റെ ഭർത്താവിന് പകർന്നു കൊടുക്കാൻ പറ്റിയില്ലല്ലോ പടച്ചോനെ, എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യ, എന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ഭാര്യയാകാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ആലോചിച്ചു, ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിലൊക്കെ പറയലുണ്ട്, രാത്രി 12 മണിക്ക് ഒരു പെൺകുട്ടി അവളുടെ ആങ്ങളെ വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ് ഇത്താത്തൊക്കെ ഒന്ന് സംസാരിക്കണം. ഞാൻ ചോദിച്ചു, മോനെ ഈ സമയത്തൊക്കെ വിളിച്ചാൽ എന്താ ചെയ്യുക? പറഞ്ഞു വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് മരിച്ചിട്ട് 3 ദിവസമായിട്ടായിട്ടുള്ളൂ. 3 ദിവസമായിട്ടേ ഉള്ളൂ. മാനസികമായിട്ട് തകർന്നു പോയ പെൺകുട്ടിയാണ്. അവർ ചോദിക്കാണ്, ഉസ്താദെ, ഞാൻ ചോദിച്ചു എന്താ മോളെ എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അവര് പറയാണ്, ഉസ്താദെ ഒന്നുമില്ല, ഞാനിപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരു നല്ല ഭാര്യയാകാൻ എനിക്ക് പറ്റിയില്ലേ? ഭർത്താവിന്റെ തൃപ്തി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സ്വർഗം കിട്ടുക എന്നൊരു ബേജാറ് ഉള്ളിൻ്റെ ഉള്ളില്. അതിങ്ങനെ ബേജാറുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉസ്താദ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഭർത്താവ് മരിക്കാൻ കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് നഷ്ടപ്പെടുമ്പോ ഭർത്താവിന്റെ വില അറിയുള്ളൂ. ഈ ഭർത്താവില്ലാത്ത വിധവകൾക്ക് വേണ്ടി ഈ ഷെൽട്ടറൊക്കെ വിധവകൾക്ക് വേണ്ടി സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ തിരൂരിലുള്ള സംഗമത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അവിടെ ചില ആളുകളോട് അവിടുത്തെ ചില വിധവകളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞെന്തറിയോ, കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തറിയോ, കല്യാണം കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയുക, ഈ മക്കൾ ആലോചിച്ചിട്ട് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ, പെൺകുട്ടികളാണ്. കല്യാണം കഴിച്ച പുതിയാപ്പിള ഈ മക്കളോട് മോശമായിട്ട് പെരുമാറിയാൽ പടച്ചോന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണ്ടേ? മാത്രമല്ല ആ മക്കളുടെ കണ്ണീരും സങ്കടവും അതും ഞാൻ കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. പക്ഷെ എന്താ വെച്ചാല് അവസാനം ആ പെൺകുട്ടി പറഞ്ഞ ഒരു വാചകം എന്താ അറിയോ, ഭർത്താവ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഉസ്താദെ, അതൊരു തണലാണ്.
ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു തണലാണ്. കാരണം എന്താ അറിയോ, ഭർത്താവില്ലാത്തൊരു പെണ്ണയില നടന്നുപോയാൽ നൂറുകണക്കിന് കഴുക കണ്ണുകളുമായി ആൾക്കാർ, കാമാതുരമായ കണ്ണുകളുമായിട്ട് ആ പെണ്ണിനെ നോക്കുക. ആൾക്കാർ, പെൺകുട്ടി പറയാണ്, എനിക്കൊരു സ്വൈര്യവും സ്വസ്ഥതയില്ല ഭർത്താവില്ലാത്തതുകൊണ്ട്. എങ്ങോട്ട് ചെന്നാൽ ആൾക്കാർ ഒരു മോശപ്പെട്ട കണ്ണോടുകൂടി എന്നെ കാണുക. ഭർത്താവ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു തണലാണ്. പടച്ചോൻ നമുക്ക് തന്നൊരു തണലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പടച്ചോൻ തന്നൊരു തണലാണ്. അത് നഷ്ടപ്പെടുമ്പോ അതിന്റെ വില നിങ്ങൾക്ക് പറയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിന്റെ സ്വർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, ഭർത്താവിനെ അനുസരിക്കണം. അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അനുസരിക്കണം. ഈ അനുസരണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആരാ നമ്മളെ ശത്രു? നമ്മുടെ മുഖ്യ ശത്രു ആരാ? അല്ലേ? പെണ്ണുങ്ങൾ പറയും, എന്റെ മുഖ്യ ശത്രു എന്റെ പുതിയാപ്പിളന്റെ അമ്മായിമ്മയാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ പറയും നാത്തൂനാണ്, അല്ലേ? അങ്ങനെയൊക്കെ ശത്രുക്കൾ ഉണ്ടാകാം. എന്നാ നമ്മുടെ മുഖ്യ ശത്രു ആരാണ്? ഇന്ന ശൈത്താന ലക്കും അദുവ്വും മുബീൻ. പിശാചാണ് നിങ്ങളുടെ മുഖ്യ ശത്രു. ശൈത്താന്റെ പണി എന്താ അറിയോ? ശൈത്താന്റെ പണി എന്താ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം കലക്കുക. കുടുംബം കലക്കുക, ഇതാണ് ശൈത്താന്റെ പണി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? കുടുംബം കലക്കാൻ എല്ലാ കുതന്ത്രങ്ങളുമായി ശൈത്താൻ നമ്മളെ സമീപിക്കും. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. ഈ ചില ദിവസങ്ങളിലൊക്കെ നമ്മളെ ഭാര്യമാരെ നമ്മൾ വിളിക്കും, നമ്മളോട് ചോദിക്കും, പിന്നെ കാക്ക നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്, ഞാനെന്ന് എൻ്റെ കുടിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കും. നമ്മൾ തിരിച്ചു പറയുന്ന മറുപടി എന്താ? ആയിക്കോട്ടെ, ഈ പോയിക്കോട്ടെ എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പറയുന്ന അറിയും, ശനിയും ഞായറും മാത്രം കുട്ടിയൊക്കെ മദ്രസ ഉള്ളത്, അതുകൊണ്ട് ഞായറാഴ്ച മദ്രസ കഴിഞ്ഞാൽ നമുക്ക് രണ്ടാക്കും കൂടെ പോവാം. എൻ്റെ ഉപ്പല്ലേ, എൻ്റെയും കൂടെ ഉപ്പല്ലേ, നമുക്ക് രണ്ടാക്കും കൂടെ പോവാന്ന് പറയും. അപ്പൊ അന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നായിക്കോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറയും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെണ്ണുങ്ങൾ എന്താ വെച്ചാൽ ഈ വൈകുന്നേരം ഉണ്ടാവും അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ കൂടും. അപ്പുറത്തെ വീട്ടിൽ കൂടുമ്പോണ്ട് അപ്പുറത്തെ വീട്ടിലെ മരുവോള് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവളോട് ചോദിക്കും, എല്ലോടോ എത്ര കാലായി എന്റെ പെരേക്ക് പോയിട്ട് വെറുതെ ഫിത്തിന ഉണ്ടാക്കാൻ ചോദിക്കാണ്. അങ്ങനെ ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിലുള്ള നാത്തൂൻ ചോദിക്കാണ്, അല്ലെ മരുവോള് ചോദിക്കാണ്, എത്ര കാലോടെ എന്റെ പെരേക്ക് പോയിട്ട്, എന്റെ പെരേക്കൊന്നും വിടുന്നില്ലേ, എന്താ എന്റെ പുതിയാപ്പിള എന്താ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരിക, ഞാൻ ഇന്ന് ചോദിച്ചീന്, അപ്പോ മദ്രസ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞത്. എന്ത് മദ്രസ? മദ്രസ ഒക്കെ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? പിന്നെ പുതിയാപ്പിളാരെ എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ കൈപ്പിടിയിൽ ഇങ്ങോട്ട് ഒതുക്കണം. എന്താ കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അതോടുകൂടി എന്താ വെച്ചാൽ തലയിൽ ശൈത്താൻ അങ്ങോട്ട് കയറും. തലയിൽ ശൈത്താൻ അങ്ങോട്ട് കയറും. അതോടുകൂടി പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ദിവസം പിന്നെ പറയാൻ എന്താ അറിയോ? അടുത്ത ദിവസം വിളിച്ചിട്ട് പറയാൻ അറിയാം, പിന്നെ ഞാനും കുട്ടികളും കൂടെ ഒന്ന് പെരേക്ക് പോകുന്നുണ്ട്. അതിന്റെ തൊട്ടാഴ്ച ചോദിച്ചെന്താ, ഞാനൊന്ന് പെരേക്ക് പോയിക്കോട്ടെ എന്നാണ്. പിന്നെ തയ്ച്ചപ്പോ എന്ത് ചെയ്തു, ഞാനും കുട്ടികളും കൂടെ ഒന്ന് പെരേക്ക് പോകുന്നുണ്ട്. അവിടെ നോക്കി ശൈത്താൻ തലേ കയറിയോടുകൂടി സ്വഭാവവും പെരുമാറ്റമൊക്കെ. അതോടുകൂടി നമ്മൾ പറയാ എന്താ, ആ പോവാൻ പറ്റൂലല്ലോ, അങ്ങനെ എനിക്ക് പോവാ. എങ്ങാനും അവര് പറയുന്ന ഒരു കാര്യത്തിന് ഭർത്താവ് എതിര് നിന്നാൽ പിന്നെ അവിടെ ഉണ്ടാകുക എന്നറിയോ? നമ്മളെ കല്യാണം കഴിഞ്ഞെന്നാ 981 അങ്ങനത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. 81 മുതൽ നമ്മൾ ഓലോട് ചെയ്ത ഓരോ സാധനം ഓല് വിളിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ അന്ന് എന്നോട് അത് ചെയ്തില്ലേ, അല്ലേ, അന്ന് ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ അങ്ങനെ കരയിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വലിയൊരു ചാർജ് ഷീറ്റ് മുഴുവൻ എന്ത് ചെയ്യുന്ന ചോരിങ്ങോട് വായിക്കും. അതോടുകൂടി നമ്മൾ ഇങ്ങനെ കൈകൂപ്പിട്ട് പറയൂ, എന്റെ വാത്തിമാനക്ക് ഇപ്പൊ പോണം, ഞാൻ ഇപ്പൊ കൊണ്ടാക്കി തരാന്ന് പറയും. നമുക്കൊരു സ്വസ്ഥത സമാധാനം കിട്ടണ്ടേ, അല്ലേ? ഞമ്മക്കൊരു സമാധാനവും സ്വസ്ഥതയാണല്ലോ കിട്ടേണ്ടത്. നമ്മളെടുത്ത് വന്ന എല്ലാ അബദ്ധവും ഇവരെടുത്ത് വിളിച്ചറിയാൻ തുടങ്ങും. ഇവരെങ്ങാനും ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞാലുള്ള ഒരു പ്രശ്നമാണിത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അനുസരിക്കണം. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിൽ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സ്വർഗത്തിൽ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. സ്വർഗത്തിൽ ഒരാൾക്ക് 2 ഭാര്യമാരുണ്ട്. അപ്പോ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബദറുഹുദു എന്തൊക്കെ ഉണ്ടാവും. സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ സ്വർഗത്തിലുള്ള ഭാര്യമാർ ദുനിയാവിൽ വെച്ച് ദുനിയാവിലെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുമ്പോ അവരുടെ സ്വർഗത്തിലെ ഭാര്യമാർ വിളിച്ചു പറയുന്ന എന്താ വിളിച്ചു പറയാന്നറിയാം? നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ,
അവന് നിന്റെ അടുത്തേക്ക് വന്നൊരു അതിഥി മാത്രം, അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ സമയമായിട്ടുണ്ട്. ഇത് പല ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇത് സ്വർഗത്തിലെ ഭാര്യമാർ നമ്മുടെ ഭാര്യമാരെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നറിയോ? ഭാര്യമാരെ, സഹോദരിമാരെ, അള്ളാന്റെ ശാപം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു അതിഥി മാത്രമാണ്, അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണെ, നിന്റെ ഭർത്താവിനെ നീ ഉപദ്രവിക്കല്ലേ എന്ന് സ്വർഗത്തിലെ ഭാര്യമാർ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാനെ റസൂലിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അനുസരിക്കണം. അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? എന്റെ ഭർത്താവാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണെങ്കിൽ അനുസരിക്കാൻ കഴിയില്ല. അതിനുള്ളിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്ന അറിയാം. അതിനൊരു ഏറ്റവും ലളിതമായൊരു ടിപ്പ് ഞാൻ പറയാം. എന്താണെന്നറിയോ? ഭർത്താവിനെ അനുസരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ വേണ്ടതെന്ന് അറിയോ? ഞാൻ എൻ്റെ ഭർത്താവിനല്ല അനുസരിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈഗോ വർക്കൗട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഒരിക്കലും ഒരു ഭാര്യനെ ഭർത്താവ് അനുസരിക്കും. നിങ്ങൾ നോക്ക്, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാലേ ഓല് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടുക എന്നുള്ളത് ഭയങ്കര പണി തന്നെയായിരിക്കും. എന്നാൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്യാന്ന് വെച്ചാല് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഭാര്യമാർ ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടുക എന്നുള്ളത് അത് കുറച്ച് കുറവായിരിക്കും. എന്നാൽ ഭർത്താക്കന്മാർ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങോട്ട് ചെന്നിട്ടാണ് മിണ്ടുക. അതെന്താണെന്നറിയോ? അതെന്താണ്? നമുക്ക് രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ ഒരു കരിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടും. അതിൽ യാതൊരു സംശയമില്ല. അത് വളരെ പ്രധാനം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഒരിക്കലും നമ്മളെ കൊണ്ട് നമ്മളെ ഭർത്താവ് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ വെച്ചാല്, കുറഞ്ഞ കാലം നമുക്ക് ഇവിടെ ഉള്ളൂ. ആ ഉള്ള കാലം സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം. അടുത്തൊരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയാം? അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാല്, പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന 5 വസിയത്ത് ഉണ്ട്. അതിലൊരു വസിയത്ത് എന്താ അറിയോ? ഇത് നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു വസിയത്താണ്. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. പടച്ചോ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, നിങ്ങൾക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സംതൃപ്തിയുള്ള മനുഷ്യനായിട്ട് മാറാനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വർള എന്ന് പറയുന്ന പദത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവചിച്ച് എങ്ങനെയാണെന്നറിയോ? സുകൂനുൽ ഖൽബി ഇലാ ഇഖ്തിയാരി റബ്ബി. അല്ലാഹ് തെരഞ്ഞെടുത്തതിൽ മനസ്സ് സമാധാനിക്കാൻ. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു സാധനം എന്താ അറിയോ? ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് അവരാണ്. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് വീട്ടിലേക്ക് വന്നാൽ, ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ വീട്ടിൽ വന്നാൽ, നമ്മുടെ ഉമ്മമാരെന്താ ഭർത്താവിനോട് പറയാന്നറിയോ? വാപ്പാനോട് പറയാന്നറിയോ? നിങ്ങൾ അന്ന് ശരിക്കും നോക്കാത്തോണ്ട് ഇങ്ങനെയൊക്കെ ആയത്, നിങ്ങൾ അന്ന് ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഈമാൻ കാര്യം എത്രയാ? 6. 6ാമത്തെ എന്താ? നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. നമ്മൾ ജനിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആരെ കല്യാണം കഴിക്കും. ഞാൻ ചിന്തിക്കല എന്താ അറിയോ? കോഴിക്കോട് ജില്ലയിലെ കായക്കൊടി എന്ന് പറയുന്ന 120 കിലോമീറ്റർ അപ്പുറത്തുള്ള ഞാൻ പുത്തനത്താണിയിൽ വന്നിട്ടാ കല്യാണം കഴിച്ചു. എന്റെ പെണ്ണിനെ പഠിച്ചോൻ എവിടെയാണ് കണക്കാക്കിയത്? എനിക്ക് എൻ്റെ സ്വഭാവവും എൻ്റെ പെരുമാറ്റവും എൻ്റെ രീതിയും എൻ്റെ മനസ്സും എല്ലാം അറിയാവുന്ന എൻ്റെ റബ്ബ് എനിക്ക് തിരഞ്ഞെടുത്ത പെണ്ണ് അതാണ്. ഈ ചില ഭർത്താക്കന്മാരൊക്കെ പറയലുണ്ട്, ശരിക്കും എൻ്റെ ഭാര്യ എന്നൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഒരു പെണ്ണ് 2 ദിവസം ഒന്നും നിൽക്കൂല, എൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസം പോലും എൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കൂല, ഓളായതുകൊണ്ട് നിൽക്കുകയാണ്. ഓളാരാ തന്നത്? പടച്ചോനാണ്. നമ്മളെ സ്വഭാവം അറിയുന്ന പടച്ചോൻ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളെ ഭാര്യനെ കുറിച്ച്, നമ്മളെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ വെച്ചിട്ട് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും അതിനനുസരിച്ച് നിൽക്കാനും പറ്റിയ ഭാര്യനെയാണ് പടച്ചോൻ നമുക്ക് തന്നത്. അങ്ങനത്തെ ഒരു ഭർത്താവിനാണ് നമുക്ക് തന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സംതൃപ്തിയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് ഒരു പെണ്ണിൽ നിന്നൊരു പുരുഷൻ ആഗ്രഹിക്കുന്നത്. 3ാമത്തെ കാര്യം എന്താ അറിയോ? ശാരീരികമായ സംതൃപ്തി. അത് വളരെ പ്രധാനമാണ്. ഇന്ന് കേരളത്തിലൊരു പുതിയ കണക്കെന്താ അറിയോ? അവിഹിത ബന്ധങ്ങളിൽ 60% വിവാഹിതരാണ്. നിങ്ങൾ ആലോചിച്ചു,
അവിഹിതമായ ബന്ധങ്ങളിൽ എത്തപ്പെടുന്ന അഭിസാരി പെണ്ണിന്റെ വാതിൽ മുട്ടുന്നവരുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അതിൽ 60% വിവാഹിതരാണ്. വിവാഹിതരെന്തുകൊണ്ടാണ് അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ നിലവിലുള്ള ബന്ധത്തിൽ നിന്ന് ശരിയായ രീതിയിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഭാര്യന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടത് ഭാര്യന്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ. വെള്ളം, ഭക്ഷണം അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവശ്യ ഘടകമാണ്. അത് ഉമ്മന്റെ അടുത്ത് പോയാൽ കിട്ടും, അയൽവാസി പോയാൽ കിട്ടും, 24 മണിക്കൂർ ഓപ്പണായ ഹോട്ടലിൽ പോയാൽ കിട്ടും. ശാരീരികമായ സംതൃപ്തി എന്ന് പറയുന്നത് ഭാര്യന്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ. അത് ഭാര്യ തിരിച്ചറിയണം. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു പെണ്ണിനെ തന്റെ വിരിപ്പിലേക്ക് ഒരു ഭാര്യ ഭർത്താവ് വിളിച്ചിട്ട് ആ വിളിക്കവൾ ഉത്തരം ചെയ്തില്ലെങ്കിൽ അന്ന് രാത്രി മുതൽ പ്രഭാതം വരെയും മലക്കുകളുടെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ചെന്ന മതാണ് പരിശുദ്ധ ഇസ്ലാം. എത്ര മനോഹരമാണ്. ജീവിതത്തിലെ ഏറ്റവും ഭക്ഷണം പോലെ വെള്ളം പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശാരീരികമായ സംതൃപ്തി എന്നുള്ളത്. അതിന് ഭാര്യമാർ അത് മനസ്സിലാക്കി ഇതൊരു പുണ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് ചിലപ്പോൾ വേറെ കല്യാണം കഴിക്കാൻ പോകും, അവിഹിതമായ ബന്ധങ്ങൾ ആഗ്രഹിക്കും. ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്? നേരെ തിരിച്ചുണ്ടാകും. ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ ഒരു ഭർത്താവിന് കഴിഞ്ഞില്ലെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. ഈ ചില ആണുങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അതുണ്ട്, ആ വരുന്ന സമയത്ത് പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു പെണ്ണ് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഭർത്താക്കന്മാരോടാണ്. ഇപ്പോ ഞാൻ കണ്ണൂര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചെയ്യേണ്ട കടമകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനിച്ച് ഞാൻ രണ്ടാമത് സാധാരണ നേരെ തിരിച്ചാണ് പറയല്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ എനിക്കൊരു എയ്ത്ത് കിട്ടി. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പൊ എയ്ത്ത് കിട്ടിയപ്പോ എയ്ത്തിൽ എന്താണെന്നറിയോ? പിന്നെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയോ, എന്റെ പുതിയാപ്പിള എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയോ, എന്റെ പുതിയാപ്പിള എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക എന്താ ചെയ്ത് ഞങ്ങളെ തല്ലാൻ വേണ്ടിയുള്ള പ്രസംഗമാണ്. ഏത് ആണുങ്ങളാണുള്ള പരിപാടിക്കൊക്കെ ആൾക്കാരെ വിളിക്കുക. അപ്പൊ ഞങ്ങളോട് പറയാ, ആണുങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു വേദി അല്ല. ഇവിടെ നമുക്ക് ഇവരോടും കൂടെ കുറച്ച് പറയാനുണ്ട്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് എവിടുന്നറിയോ? മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഒരു നല്ല ഭർത്താവ് നമ്മൾ പഠിക്കേണ്ടത്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാകണം. നമ്മളെ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം. ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം. ഭാര്യമാർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. എന്തിനാണ് നമ്മൾ അർഹിക്കുന്ന പരിഗണന? അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ സ്നേഹിക്കണം എന്നൊക്കെ പറയാൻ കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു പെണ്ണ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ ഇത്രയും അധികം കഷ്ടപ്പെടുന്നത് ആണല്ല, ഒരു പെണ്ണാണ്. ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, യാതനകൾ അനുഭവിക്കേണ്ടി വന്നത്, കുടുംബ ജീവിതത്തിന്റെ എല്ലാം തലയിലേറ്റി നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെ മോനെ 9 മാസവും 10 ദിവസവും വയറ്റിലിട്ട് കൊണ്ടിടും നമ്മളെ ഭാര്യ. ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതെ, ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്? നിങ്ങളെ ഭാര്യന്റെ ഒക്കെ ശരീരത്തിൽ കാണാൻ പറ്റും ഒരു വെള്ളപ്പാട്, ഒരു ചില പാടുകൾ കാണാൻ പറ്റും ശരീരത്തിലൊക്കെ. വയറിന്റെ ഭാഗത്ത് പാടുണ്ടാകും, പുറത്തു പാടുണ്ടാകും, ഇവിടൊക്കെ പാടുണ്ടാകും. എന്താ ആ പാടെങ്ങനെയാ വന്ന്? നമ്മളെ മോനെ പ്രസവിച്ചിട്ട് വന്നതാ. എന്താ എന്റെ പാട്, എന്താ എന്റെ കോലം, വയറൊക്കെ ഇങ്ങനെ തള്ളിയിട്ടുണ്ടല്ലോ. എങ്ങനെയാ നമ്മളെ ഭാര്യന്റെ വയറ് തള്ളിയത്? ഇങ്ങനെ തള്ളിയത് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്? എന്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നിട്ടാണ് അത് പറ്റിയത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് ഉണ്ടാകണം. നിങ്ങൾ നോക്ക്. എന്നിട്ട് നമ്മളെ ഭാര്യ ലേബർ റൂമിൽ 22ഓളം വരുന്ന എല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചിട്ട് നമ്മളെ മക്കളെ പ്രസവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ കൈയൊന്ന് പൊട്ടിയാൽ, നമ്മുടെ കൈയിന്റെ എല്ലൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ തരിപ്പിക്കൊന്നുമില്ല, പിടിച്ചങ്ങട്ട് ഇടലാണ്. ആ സമയത്ത് അങ്ങോട്ട് പടച്ചു. ഒരേ സമയം 22 എല്ല് പൊട്ടിപ്പോകുന്ന വേദന, അതാണ് ഒരു പെണ്ണിന്റെ പ്രസവ വേദന എന്നാണ്. അങ്ങനെ നമ്മളെ കുഞ്ഞിനെ പ്രസവിച്ച് ആരാന്നറിയോ? ഈ പ്രസവം കഴിഞ്ഞിട്ട് നമ്മളെ ഭാര്യനോട് ചോദിച്ചാൽ നമുക്ക് ഒരു കുഞ്ഞും കൂടെ വേണ്ടെന്ന് ചോദിച്ചാൽ പറയും ഇനി വേണ്ടട്ടാ, ഇത് തന്നെ മതി എന്ന് പറയും. പിന്നെ അവരെ മറക്കും. അവര് പാവങ്ങളാണ്. അത്ര നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന നമ്മുടെ ഭാര്യമാർ. നിസ്കരിക്കാനായ അത്ര ത്യാഗം അനുഭവിക്കുന്നവർ നമ്മളെ ഭാര്യമാർ. അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ പറ്റണം. ഇന്നും പല വീടുകളിലും പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
പഴയ ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടല്ലോ, ഏത് പെണ്ണുങ്ങൾക്ക് അല്ലെ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഇല്ല, 4 ചുമരിന്റെ ഉള്ളിൽ ഒതുക്കപ്പെട്ടൊരു ജീവിതം. അങ്ങനെയല്ല, അവര് വരണം, അവരെല്ലാം കാണണം, എല്ലാത്തിലും പരിഗണന കൊടുക്കണം. നമ്മൾ നോക്കുക, ഒരു വീട്ടിലൊരു കാര്യം തീരുമാനിക്കുമ്പോഴും നമ്മുടെ ഭാര്യയ്ക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു അവകാശമുണ്ട്, അവർക്കൊരു അധികാരമുണ്ട്. അവരോട് ചോദിക്കണം, ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, എൻ്റെ അഭിപ്രായം എന്താ? നമ്മളെ ഭാര്യനോട് ചോദിക്കണം, അവരുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ പറയുന്നത് അറിയാം, നിങ്ങൾ എന്താ ഉസ്താദെ പറയണേ, ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങൾ സ്നേഹിക്കാതിരിക്കോ, നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓരോടുള്ള സ്നേഹമാണെന്ന് പറയും. ഞങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ചു ഓരോടുള്ള പ്രേമാണ്, സ്നേഹാണെന്ന് പറയും. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള വെക്കാനുള്ളതല്ല. സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവരെ നന്നാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു, ഒരു നിലക്കും പറ്റണില്ല. അവസാനം എന്ത് ചെയ്യുന്ന വെച്ചാല് അവസാനം ഓൾക്ക് കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുത്തു, ഓല് ഇങ്ങനെ നന്നായി വരികയാണ്. അപ്പൊ ഓരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുടെ ലവ് നോട്ട്സ് എഴുതാൻ പറഞ്ഞു, ഒരു നല്ല അനുഭവം എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഭാര്യ എഴുതാണ്, എന്താ അറിയോ, കഴിഞ്ഞ ദിവസത്തെ കുറിച്ച് അവർ എഴുതാണ്. ഭാര്യ എഴുതാണ്, എന്താ അറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ തന്നിട്ട് യാത്ര പോയി. ഞാൻ ഒരുപാട് കാലമായി കൊതിക്കുന്ന എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് എന്റെ കൈ പിടിക്കണം, എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ തരണം, എന്നോട് യാത്ര പറഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ എപ്പം വിചാരിക്കും. എവിടെ പോകും എന്നോട് പറയാതാ പോവുക. അപ്പൊ ഭർത്താവ് തിരിച്ചെഴുതിയ എന്താ അറിയോ, ഭർത്താവ് എന്താ തിരിച്ചെഴുതിയെന്നറിയോ, ഭർത്താവ് എഴുതാണ്, ഞാൻ 15 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ എന്റെ ബെഡ്റൂമിൽ അവൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു മാക്സി ധരിച്ചിട്ടാണ് എന്റെ ഭാര്യ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നത്. അവൾ ഏറ്റവും വൃത്തിയും വെടുപ്പുമുള്ളവരായിരുന്നു. മാത്രമല്ല, എന്നെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അവളുടെ പെരുമാറ്റം. ഞാൻ എന്റെ 15 കൊല്ലത്തിനിടയിൽ ഇന്നലെയാണ് ജീവിതം ഒന്ന് ആസ്വദിച്ചത്. നിങ്ങൾ ആലോചിച്ചു, ജീവിതം ഭാര്യയിൽ നിന്ന് ആസ്വദിക്കാൻ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, പിറ്റേന്ന് ഇൻപുട്ട് കിട്ടിയപ്പോൾ നല്ല ഔട്ട്പുട്ട് കൊടുത്തു. നല്ലത് കൊടുത്താലേ നല്ലത് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. സ്നേഹം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കണം, കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. നിങ്ങൾ നോക്ക്, എത്ര മനോഹരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരു യുദ്ധത്തിന്റെ യാത്രയാണ്. യാത്രയിൽ ആരാ കൂടെ ഉള്ളതെന്നറിയോ, നമ്മുടെ ഉമ്മ ആയിഷ ഉമ്മയാണ് റളിയല്ലാഹു അൻഹ. സഹാബത്തിനോട് പറയാ, സഹാബത്തെ മുന്നിൽ നടന്നോ, ഞാനും ആയിഷ പിന്നിലുണ്ട്. ആയിഷ ബീവിനോട് ചോദിക്കാണ്, നമ്മളൊന്ന് ഓടുകയല്ലേ എന്ന് ചോദിച്ചു. ഓട്ട മത്സരം നടത്തി. അള്ളാന്റെ റസൂല് തോറ്റു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഒന്നും മിണ്ടില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെലിഞ്ഞൊട്ടിയവളായിരുന്നു. കാലങ്ങൾക്ക് ശേഷം നല്ല ശക്തമായ തടിയും അതേപോലെ തന്നെ ശരീരവും വന്നു. പിന്നീട് ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, നിങ്ങൾ നോക്കണം, ഒരു യുദ്ധത്തിന്റെ ഘട്ടാണ്, യുദ്ധത്തിലേക്ക് പോകുന്ന യാത്രയിലാണ്. ചോദിക്കാണ്, ആയിഷ നമ്മൾ ഒന്നുകൂടെ ഓടിയല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പ്രവാചകനും ഓടിയപ്പോൾ എന്ത് ചെയ്തു, അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തോറ്റുപോയി. ആയിഷ ബീവിനോട് റസൂലുള്ളാഹി പറയാണ്, എന്നെ അന്ന് തോൽപ്പിച്ചില്ലേ, അതിന് പകരാണിത്, കളിക്കണ്ടട്ടാ, ആണുങ്ങളോട് കളിക്കണ്ടട്ടാ. നിങ്ങളുടെ നോക്കി എത്ര മനോഹരമാണ് ആ ജീവിതം, എന്തൊരു രസാണ് ആ ജീവിതം, എന്തൊരു സന്തോഷമാണ് ആ ജീവിതം, ആനന്ദദായകമായ ജീവിതം, സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള അവസരം പ്രിയപ്പെട്ട ഭാര്യമാർക്ക് കൊടുത്തൊരു പ്രവാചകൻ. എത്ര മനോഹരമാണ്. നിങ്ങൾ നോക്ക്, മദീന പള്ളിയിൽ അഭ്യാസികൾ വന്ന് അഭ്യാസം കളിക്കുമ്പോൾ തന്റെ കക്ഷം പൊക്കിക്കൊടുത്തിട്ട് ആ കക്ഷത്തിനിടയിലൂടെ മദീന പള്ളിയിൽ നിന്ന് അഭ്യാസം പ്രവാചകൻ കാണിച്ചു കൊടുത്തു. എത്ര മനോഹരം. മാത്രമല്ല, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ നമ്മൾ സഹായിക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രെസ്, ഡിപ്രഷൻ അനുഭവിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള മനഃശാസ്ത്രജ്ഞന്മാരെല്ലാരും പറയും അത് സഹോദരിമാരാണ്. എന്തുകൊണ്ടാണ് സഹോദരിമാർ ഇത്രയും അധികം ഡിപ്രഷൻ അനുഭവിക്കാൻ കാരണം എന്ന് വെച്ചാൽ, അവര് കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു നല്ല ഭർത്താവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് നമ്മൾ മനസ്സിലാക്കി. ഭാര്യമാരെ സ്നേഹിക്കുകയും
ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവർ കുടുംബമെന്ന മനോഹരമായ ഒരു സംവിധാനത്തിൽ നിർവഹിക്കുന്ന ദൗത്യത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഭാര്യമാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അർഹിക്കുന്ന പരിഗണന നൽകിയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ലോകത്ത് ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത്, ഡിപ്രഷൻ അനുഭവിക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും. ഇപ്പൊ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്നൊരു 3 മക്കൾ സ്കൂളിലേക്ക് പോകാനുണ്ട്. ഒരു 3 മക്കൾ സ്കൂളിലേക്ക് പോകാനുണ്ട്. ഒരു 7:30-8 മണിക്ക് വണ്ടി വരും. സ്വാഭാവികമായും സുബഹിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ ഭാര്യമാര് ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. അപൂർവമായിട്ട് അവർ ഉറങ്ങലുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ സുബഹി ഏകദേശം ഒരു 5:15 ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കിടക്കാം. ഒരു 6:30 മണിക്കൊക്കെ അടുക്കള കയറി കഴിഞ്ഞാൽ 8 മണിക്ക് പോകാനുള്ള എനിക്ക് ഭക്ഷണമൊക്കെ റെഡിയാണ്, പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായി കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഉറങ്ങിപ്പോയി. ഒരു ദിവസം ഉറങ്ങിപ്പോയി. 6:30 മണിക്ക് എഴുന്നേൽക്കേണ്ട ആള് 7:30 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ സമയം നോക്കുന്നു 7:30 മണി. അരമണിക്കൂറാണ് മുമ്പിലുള്ളത്. 2 മക്കളെ എഴുന്നേൽപ്പിക്കണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അവർക്ക് ഉച്ചക്കേക്ക് ലഞ്ച് വേണം, സ്നാക്സ് വേണം, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യണം. ഒരു ഇവന്റ് മുന്നിലേക്ക് വരികയാണ്. പിന്നെ അവിടെ എന്താ ഉണ്ടാകുക എന്നറിയോ? പിന്നെ അവിടെ ഉണ്ടാകുന്ന വെച്ചാൽ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ സമയം കൊണ്ട് എങ്ങനെ എൻ്റെ മക്കളെ കുളിപ്പിക്കും? എങ്ങനെയാണ് ഞാൻ അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യുക? അവർക്ക് ഭക്ഷണം എങ്ങനെ കൊടുക്കുക? ആകെ പ്രശ്നമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈ വാളും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളുന്നൊരവസ്ഥ, ഇതായിരിക്കും പിന്നെ അവിടെ നടക്കുക. കാരണം എന്താ? ഒരു ഇവന്റ് വന്നു, അതിനെ അതിജയിക്കാനും അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തില്ല. പിന്നെ അവിടെ മനസ്സിങ്ങനെ ഹൃദയം പടക്കാൻ തുടങ്ങും, കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും. പിന്നെ ആരെ കണ്ടാലും ദേഷ്യം വരും, ഭയങ്കര പ്രശ്നമായിരിക്കും. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സഹോദരിമാരോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഭർത്താക്കന്മാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സന്ദർഭത്തിൽ ഭാര്യമാരെ സഹായിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഭാര്യമാരെ സഹായിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അടുക്കളയിൽ ഭാര്യമാരെ നമുക്ക് സഹായിച്ചു കൊടുക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. സ്വന്തം വസ്ത്രങ്ങൾ പ്രവാചകൻ അലക്കിയിരുന്നു. സ്വന്തം കാര്യങ്ങളൊക്കെ പ്രവാചകൻ ചെയ്തിരുന്നു. ആടിനെ കറന്നൊടുത്തിരുന്നു. ഭക്ഷണം പാകം ചെയ്തു കൊടുത്തിരുന്നു. അടുക്കളയിൽ ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തിരുന്നു. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ്, ഉള്ള ചെയ്തിരുന്നും കൂടെ ഇല്ലാതാക്കാനുള്ള പണിയാണല്ലോ നിങ്ങൾ പറയണത് അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറന്നിരുന്നു, വസ്ത്രങ്ങൾ അലക്കിയിരുന്നു. എത്ര മനോഹരമാണ് ആ ജീവിതം. അപ്പൊ നമ്മളൊക്കെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാല്, നമ്മളെ ഭാര്യമാരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ നമ്മളെന്താ പറയാന്നറിയാം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, എന്റെ ഡ്രസ്സ് അലക്കണം. അവിടെ നോക്കൂ, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഭാര്യയോട് ചോദിക്കുന്നത്, എന്റെ മൊബൈൽ എവിടെ, എന്റെ ചാർജർ എവിടെ, എന്റെ ബെൽറ്റ് എവിടെ, നമ്മളെ ഷൂന് കെട്ടണ ലേസ് ഉണ്ടല്ലോ അതുവരെ ഭാര്യ എടുത്തു തരണം. നമ്മളൊന്ന് ആലോചിച്ചു. അങ്ങനത്തെ ആളുകൾ വരെ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറയണെന്ന് അറിയോ, കുടുംബ ജീവിതത്തിൽ ഒന്ന് സഹകരിക്കാനും സഹായിക്കാനുള്ളൊരു മനസ്സ് ഭർത്താക്കന്മാരെ നമ്മൾ കാണിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ സഹോദരിമാരുടെ മെന്റൽ സ്ട്രെസ് കുറക്കാൻ കഴിയും. അതിലൊരു സംശയവും.
ഒരു സംശയവും. നമ്മളൊന്നും എന്ത് ചെയ്യണം, ഒന്ന് സഹകരിച്ചു കൊടുക്കണം. ഞങ്ങളൊരു യാത്ര പോവാണ്. ഞാനുണ്ട്, എൻ്റെ ഭാര്യയും കുടുംബമുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ ഒരു കുട്ടിയുണ്ട്, അവന് ചെറിയൊരു കുട്ടിയുണ്ട്. അങ്ങനെ മുന്നിൽ അവൻ്റെ മടിയിൽ അവൻ്റെ കുട്ടി ഇരിക്കുന്നുണ്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന്റെ പിന്നെ കുട്ടി പമ്പേഴ്സിലെ മൂത്രം എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ചു നേരമായി ഇട്ടിട്ട് അത് പുറത്തായി ഇവന്റെ ഡ്രസ്സിലായി. ഇത് കണ്ടോടുകൂടി ഇവന് ദേഷ്യം പിടിച്ചിട്ട് കുട്ടീനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഒറ്റ കൊടുക്കല് ബാഗ്. ഞാൻ വണ്ടി അവിടെ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഫാത്തിമ കുട്ടീനെ ഓനക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടീനെ ഓന്റെ കയ്യിൽ തന്നെ കൊടുത്തു. അവളെന്റെ മുഖത്തൊക്കെ ഉണ്ട്, എന്താണ് ആരിസ്ക എന്താണെന്ന് ചോദിച്ചു. കുട്ടീനെ അവന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്ന ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ കുട്ടി അൻ്റെതും ഓളത് മാത്രമാണ് എൻ്റെ മാത്രമാണെന്ന് ചോദിച്ചു. അല്ലല്ല, ഞങ്ങളുടെ രണ്ടാളതുമാണ്. എന്നാലേ ഓക്ക് മാത്രല്ല എനക്കും ഉണ്ട് ബാധ്യത. ഒരു പള്ളിയിൽ നിർത്തിട്ട് പറഞ്ഞ് പോയിട്ട് അത് പമ്പേഴ്സ് അയച്ചിട്ട് എന്ത് ചെയ്യാ, കുട്ടീന്റെ ചന്തി ഒന്ന് കൈ കൊടുക്ക. എന്താ എനക്ക് പറ്റൂലെന്ന് ചോദിച്ചു. ഒരു പ്രശ്നമില്ല, ഞാൻ കൈ കൊടുത്തോളാം. ചില ആൾക്കാരുടെ വിചാരം എന്താ അറിയോ, ഏത് കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടി മൂത്രമൊഴിച്ചാല്, കുട്ടി ടോയ്ലറ്റ് പോയാല് പിന്നെ നമ്മൾ നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, അതിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഭാര്യന്റെ തലയിലാണെന്ന്. ഇതാരാ പറഞ്ഞത്? ഈ കൺസെപ്റ്റിനെ എടുത്തു മാറ്റണം. വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ ലിബറൽ കൾച്ചറുള്ള ആൾക്കാർ എന്ത് ആൺപെൺ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നിടത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ഇത്ര ശക്തമായി പറയാൻ കാരണം ഒരു പരിധി വരെ നമ്മളൊക്കെ ചില സമീപനങ്ങളാണ്. നമ്മുടെയൊക്കെ ചില സമീപനങ്ങളാണ്. ആ സമീപനങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരെ സഹായിച്ചു കൊടുക്കാനും ഒരെ പരിഗണിക്കാനും. ഞാൻ പറഞ്ഞത് അറിയോ, ഒരു ദിവസം നമ്മളെ ഭാര്യ പറയാണ് രാവിലെ, എന്ത് കാക്ക ഇന്ന് നല്ല തലവേദന ഉണ്ട്, എന്താ ചെയ്യാ, രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത്ര ഭയങ്കര ക്ഷീണം. ഈ പിന്നെ പെണ്ണുങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സമയമാണ് പീരീഡ്സിന്റെ ടൈം. ചില സഹോദരിമാർക്കൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും, വേറെ ചില സഹോദരിമാർക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, ഊരവേദന, ഇതൊക്കെ ഉണ്ടാകും. ഒരു ദിവസം പറയാണ്, എനിക്ക് ഇന്ന് നല്ല തലവേദന ഉണ്ട്, എന്താ നമ്മൾ ചെയ്യാം? അപ്പം ഭാര്യനോട് പറയണം, സാരമില്ല ഫാത്തിമ, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാം. നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന നിങ്ങളെ ഭാര്യനോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഭാര്യ നിങ്ങളോട് തിരിച്ചു പറയുന്ന ഒരു മറുപടി എന്താ അറിയോ? നമ്മളേത്ത് അങ്ങനെ പുറത്തുനിന്നൊക്കെ എപ്പോഴും വാങ്ങി കഴിക്കാൻ മാത്രം പൈസ ഒന്നും ഇല്ലല്ലോ, സാരമില്ല, ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് സഹായിച്ചു തന്നാ മതി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്ന് പറയും. അത്ര സ്നേഹമാണ് അവർക്ക് നമ്മളോട്. അത്ര നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പരിഗണിക്കണ്ട നമ്മളെ. എന്നാൽ ഒരു ദിവസം നമ്മളോട് അങ്ങനെ പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? അവര് പറയാൻ അറിയോ, നമ്മളെ ഭാര്യ നമ്മുടെ മുഖത്തൊക്കെ പറയും, ഞാനിവിടെ തലവേദന വന്ന് കിടന്നിട്ടൊന്ന് തിരിഞ്ഞും കൂടെ നോക്കിയിട്ടില്ല എന്നൊന്ന് നമ്മളെ ഭാര്യമാര് പറയും. അതുകൊണ്ടെന്ന് വെച്ചാൽ അർഹിക്കുന്ന പരിഗണന അവർക്ക് കൊടുക്കാൻ പറ്റണം. പരിഗണന എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കാൻ പറ്റണം, നമ്മൾ ചോദിക്കണം ഇടയ്ക്ക്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയാം, ലവ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഷെയറിങ്, കെയറിങ്, ഇത് വളരെ പ്രധാനമാണ്. ഈ മെന്റൽ സ്ട്രെസ് അനുഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നമുണ്ട്. അമ്മായിമ്മ പറഞ്ഞുണ്ട്, നാത്തൂൻ പറഞ്ഞുണ്ട്, പിന്നെ അമ്മോശാക്ക പറഞ്ഞുണ്ട്, ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാണ്ട്. ഇത് ആരോടാ ഇവര് പറയാ? സഹോദരിമാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഓൽക്കോലും ഉമ്മനോട് പറയാൻ പറ്റും. ഉമ്മനോട് പറഞ്ഞാൽ ഉമ്മ പറയാൻ എന്താ അറിയോ, എന്നാ ഇജ്ജ വീട്ടിൽ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരിന്ന് പറയും അല്ലേ. അതുകൊണ്ട് ഓലും ഉമ്മനോട് പറയില്ല. അനിയത്തിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും, അനിയത്തിയും ഭർത്താവും നല്ല ജീവിതം നയിക്കാൻ. എന്നെങ്ങാനും ഒരു ദിവസം എന്റെ ഭർത്താവിനെ പറ്റി ഒരു തെറ്റായൊരു മോശം ചിന്തോളം മനസ്സിലുണ്ടാവരുത്, അതുകൊണ്ട് അനിയത്തിനോട് പറയില്ല. പിന്നെ ആരോടാ പറയാ? കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പെണ്ണ് ആരോട് പറയും? അതിനാണ് ഭർത്താക്കന്മാരെ എന്ത് ചെയ്യാന്നറിയോ, ഫാത്തിമാന്റെ മുഖത്ത് ഒരു വാട്ടം കണ്ട നമുക്കറിയാം. എന്റെ ഫാത്തിമാന്റെ മുഖത്ത് ഒരു വാട്ടം കണ്ട എനിക്കറിയാം. ഫാത്തിമാനോട് ചോദിക്കണം, എന്താ ചോദിക്കണ്ടെന്നറിയോ, എന്താ എന്റെ മുഖത്തൊരു വാട്ടം, എനിക്ക് എന്തേ സങ്കടം ഉണ്ടോ, എന്നോട് പറയൂ ഫാത്തിമ. ഒന്ന് കുറച്ചു നേരം ഒന്ന് ഓരോരുത്തിരുന്നിട്ടേ ഓരോ തലൊന്നും എടുത്തിട്ട് നമ്മളെ മടിയിൽ വെച്ചിട്ടേ ഒന്ന് തലൊന്ന് തഴുകി കൊടുക്കുക. എന്നിട്ട് ചോദിക്കുക, എന്താ ഫാത്തിമ എനിക്കുള്ളത്, ഇതൊന്ന് പറയും. ഫാത്തിമ നമ്മളോട് പറയും. ചിലപ്പോ പൊട്ടിത്തെറിച്ചോട്ടെ. കാരണം എന്താ അറിയോ, പറയാനുള്ളതും അതേപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഓലെ നമ്മളെ മേലേക്ക് ഇങ്ങോട്ട് മറച്ചിട്ട് തരും. ഒക്കെ പറയട്ടെ. ആരോടെ പറയണ? എന്നോടല്ലേ, വേറെ ആരോടല്ലോ. നമ്മളെ ബെഡ്റൂമിലല്ലേ, വേറെ ആരും കാണുന്നില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഓരോ മുഖത്തൊരു സന്തോഷം വരും. നിങ്ങൾ പറയില്ലേ, നമ്മളൊക്കെ പറയില്ലേ, സത്യത്തിലുണ്ടല്ലോ എന്നോട് പറഞ്ഞപ്പോണ്ടല്ലോ എന്റെ ഇവിടുന്ന് എന്തൊക്കെ അങ്ങോട്ട് പുറത്തു പോയമാതിരി ഉണ്ട്.
എന്ന് പറയാം നമ്മള് എന്തോ ഒരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയതിൻ്റെ തൊട്ടുണ്ട് എന്ന് പറയാം. നമ്മളെ ഭാര്യമാർക്ക് പറയാനുള്ളതൊക്കെ അവർക്ക് പറയാനും കേൾക്കാനും ഒരാളുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിലൂടെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം, അവർക്ക് സംസാരിക്കാനും അത് കേട്ടുകൊടുക്കാനുള്ള ഒരു നല്ലൊരു അവസരം നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ ഉണ്ടാക്കണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ, ഈ സാധനം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബെഡ്റൂം എന്നൊരു 7 മീറ്റർ അകലത്തിലെങ്കിലും വെക്കണം. ചില ചങ്ങായിമാർ എങ്ങനെയാണെന്നറിയോ, വീട്ടിൽ കയറുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫോൺ നോക്കിയിട്ടാണ് കോളിംഗ് ബെല്ലടിക്കും കയറുക. ഡോർ തുറന്നു കൊടുക്കുമ്പോൾ ഭാര്യന്റെ മുഖത്തേക്കും കൂടെ നോക്കൂല. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാല് അവിടെ പിന്നെ ഡൈനിങ് ഹാളിലുള്ള ഒരു സോഫ ഉണ്ട്, ആ സോഫേന്റെ മുകളിൽ പോയിരിക്കും. മൂപ്പര് മൊബൈലിന്റെ മുകളിൽ തന്നെയാണ്. ഭക്ഷണം മുന്നിൽ കൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കണ്ടാവും, ഇതിന്റെ മുകളിൽ ഇങ്ങനെ നോക്കണ്ടാവും. പിന്നെ ബെഡ്റൂമിൽ ചെന്നാലും ഇത് വീട്ടിൽ ആരാ ഉള്ളത്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഞാൻ അവരോട് സംസാരിക്കണം, അവർക്ക് ഞാനല്ലാതെ വേറെ ആരും പ്രശ്നങ്ങളും പരാതികളും പറയാനില്ല, സങ്കടങ്ങൾ കേൾക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നൊരു കൺസെപ്റ്റ് ഒന്നും പല ഭർത്താക്കന്മാർക്കും ഇല്ല. അതാണ് പല കുടുംബങ്ങളിലും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ മനസ്സ് തുറന്നിട്ട് നമ്മളെ ഫാത്തിമാന, നമ്മളെ ഖദീജാന ഒന്ന് കേട്ടുകൊടുക്കാനുള്ള ഒരു നല്ല സന്മനസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ ഭാര്യമാരെ ഡിപ്രഷനിൽ രക്ഷപ്പെടുത്താൻ പറ്റും. ഇല്ല, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങൾ എഴുതി വെച്ചോളി, ഒരു 60 വയസ്സായി, ഒരു 55 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ ഭാര്യനെ കൂട്ടിയിട്ട് ഏതെങ്കിലും മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവിടുന്ന് മരുന്ന് കഴിക്കേണ്ട, ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും. ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോളി. ഇതൊക്കെ എന്താ പറയാ, പറഞ്ഞാൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മനസ്സിന്റെ പ്രശ്നങ്ങൾ തീരും. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല്, അവരമ്മളെ കെയർ ചെയ്യണം. പ്രൊട്ടക്ഷൻ അത് ഭയങ്കര പ്രധാനമാണ്. എന്താ അറിയോ, നമ്മൾ ഇടക്ക് അവരോട് ചോദിക്കണം, ഇന്നെന്താ കഴിച്ചത്. നിങ്ങൾ നോക്ക്, രാത്രി വൈകിട്ടും നമ്മൾ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഭാര്യ നമ്മളെ വിളിക്കുകയാണ്, പിന്നെ നിങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കരുതട്ടാ, നിങ്ങൾക്ക് ചപ്പാത്തിയും പച്ചക്കറി കറിയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ, നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഇറച്ചിയോ അതും ഇതൊക്കെ കഴിച്ചിട്ടേ നാളെ ഷുഗറും പ്രഷറും കൂടിയിട്ട് ഇവിടെ വരും, അതുകൊണ്ട് നിങ്ങൾ എവിടുന്ന് ഭക്ഷണം കഴിക്കരുതട്ടോ. ഭാര്യ വിളിച്ചു പറയാണ്. എന്നിട്ട് എന്താ അറിയോ, ഈ പാവം നിങ്ങൾ ചിന്തിക്ക്, ഈ പാവം ഉണ്ടല്ലോ രാത്രി 11:30 മണിക്ക് നമ്മൾ കയറി വരുന്നത്, ആ പാവം ഉണ്ടല്ലോ വൈകുന്നേരം ഒരു ചായ കുടിച്ചതാ, ഒന്നും തിന്നിട്ടില്ല, നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചതാണ്. വാതില് തുറന്നു തന്നിട്ട് നമ്മളെ കൊണ്ട് ഇരുത്തിയിട്ട് നമുക്ക് ചപ്പാത്തിയും കറിയും വെച്ച് തരുമ്പോ കുറച്ച് ചോറും കറിയും എടുത്തിട്ട് നമ്മളെ മുന്നിൽ വന്നിരുന്നിട്ട് തിന്ന്, അപ്പൊ ഇജ്ജൊന്നും കഴിച്ചില്ലേ, അല്ല ഞാൻ നിങ്ങളെ കാത്തുന്നാണ്. അതെന്താ അറിയോ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ടെടുക്കുന്ന ഒരു ഭാര്യ കൊടുക്കുന്ന സമ്മാനാണ്. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റാർക്കെന്നറിയാം, നമ്മളെ ഭാര്യമാർക്കേ പറ്റുള്ളൂ. എന്നിട്ട് ആ ഭാര്യനോടൊന്ന് സ്നേഹത്തോടെ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാര്, ഇവരൊക്കെ എന്താ നമ്മൾ വിളിക്കുക. നമ്മളൊന്ന് ആലോചിച്ചു, ഇങ്ങനെ നമ്മളെ പരിഗണിക്കുന്ന ഭാര്യമാര്, ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഭാര്യമാര്, അതാണ് മനോഹരം. അതാ ഞാൻ പറയുന്നത്, നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്താൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അവരോട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തേ നമ്മളെ ഭാര്യനോട് ഒരു ദിവസമെങ്കിലും എല്ലാം ഇജ്ജൊന്ന് ചോറ് വെച്ചോ, എന്താ എന്റെ മുഖത്തൊരു ക്ഷീണം, ഇജ്ജൊന്ന് വൈകുന്നേരം ചായ കുടിച്ചോ, എന്താ രാത്രി ഒന്നും ഭക്ഷണം കഴിക്കാത്തത്, ആകെ മെലിഞ്ഞിങ്ങനെ വരികയാണല്ലോ, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ. ഒരു ദിവസമെങ്കിലും നമ്മളെ ഭാര്യനോട് ചേർന്ന് നിന്നിട്ട്, എന്താ എന്റെ കൈമലൊക്കെ ഒരു എന്താ ഒരു ചൊറിയൊക്കെ പോലെ, എന്താ ശരീരത്തിലൊക്കെ എന്താ ഒരു കുമിളൊക്കെ പോലെ, എന്താണ് എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്താ പല്ലിന്റെ ഇവിടെ ഈ ഭാഗം എന്താ ഒരു തടിച്ച പോലെ, എന്താണ് എന്തെങ്കിലും വേദനയായിട്ടുണ്ടോ. ഒരു ദിവസമെങ്കിലും എൻ്റെ ഭർത്താക്കന്മാരെ ഭാര്യനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ഓർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഓർക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഓർക്കൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതാ പറയുന്നത്. അവരെ നമ്മൾ പരിഗണിച്ചാൽ പോരാ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം. എന്നെ എൻ്റെ ഭർത്താവ് നോക്കണുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള എന്താ അറിയോ, ഞാൻ എൻ്റെ കൂടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ എൻ്റെ കൂടെ വന്നു, ഒരു സുഹൃത്ത്. അങ്ങനെ മൂപ്പരെന്താ വെച്ചാൽ കുറെ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഭാര്യൻ്റെ കൂടെയാണ്. അങ്ങനെ മൂപ്പര് മാനസികമായിട്ട് ഭയങ്കര തളർന്നപ്പോൾ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്, കുറച്ച് സംസാരിച്ചാൽ എനിക്ക് പ്രശ്നം തീരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിയിലാണ് മോള് വിളിക്കുന്നത്. പിന്നെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി ഉറങ്ങണില്ല, നിങ്ങൾ വന്നാലേ ഉറങ്ങുള്ളൂ എന്ന് പറയണ്ട്. മൂപ്പരവിടെ എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 1700 റുപ്യ കൊടുത്തിട്ട് ടാക്സി വിളിച്ചിട്ട് ഭാര്യന്റെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഭാര്യന്റെ അടുത്തൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. എന്നിട്ട് മൂപ്പര് പറയണം എന്നോട്, ഞാൻ അവിടെ ചെന്നിട്ട് കണ്ണുമടിച്ച് നിൽക്കാണ്. ഞാൻ ചെന്ന്
ഒതു എടുത്ത് ഭാര്യന്റെ അടുത്ത് കിടന്ന് എന്റെ കൈ ഓളെ മേത്തക്ക് അങ്ങോട്ട് വെച്ചതിന് ശേഷം അവള് കണ്ണീം മീറ്റുള്ളൂ. ഞാൻ പിന്നെ മൂപ്പരെ കാണുന്നത് മൂപ്പരെ ഭാര്യ മരിച്ചെന്ന്. മൂപ്പര് എന്നോട് പറയുന്ന ഒരു വാചകമുണ്ട്, അന്ന് ഉറക്കം വരട്ടെ എന്നെ വിളിച്ചു വരുത്തി എന്റെ കൈ ശരീരത്തിലേക്ക് വെച്ചതിന് ശേഷം അവൾ ഉറങ്ങിയത്. എന്റെ മൂപ്പര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയാം, ഇന്നേ മരിച്ചു, ഇനിയിപ്പോ കബറ് കൊണ്ടുപോയി നോക്കണം, എനിക്ക് പോയി കിടന്നു കൊടുക്കാൻ പറ്റൂ ഉസ്താദേ? അവിടെ നോക്ക്, എന്തൊരു സ്നേഹം എന്നത്, അതൊരു ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് സ്നേഹിക്കാൻ നമ്മളെ ഭാര്യ അല്ലാതെ വേറെ ആരല്ലത്? നമ്മളല്ലാതെ അവരെ സ്നേഹിക്കാൻ വേറെ ആരാ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മക്കളെ സ്നേഹം എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ പരിധിയും പരിമിതിയും ഉണ്ട്. അവർക്ക് ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് അവരുടെ മക്കളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹം നമ്മളെ ഭാര്യനോട് നമുക്ക് ഉണ്ടാകണം, ഭാര്യക്ക് നമ്മളോടും ഉണ്ടാകും. അത് നമുക്ക് നിലനിർത്താൻ പറ്റണം. അവിടെയാണ് സന്തോഷവും സമാധാനവും ഉണ്ട്. നിങ്ങൾ നോക്ക്, 80 വയസ്സായാലും 90 വയസ്സായാലും ഈ മക്കളൊക്കെ അവരവരുടെ വീട്ടിലും അവർ സ്വന്തം പോയി വേറെയായി പോയി. ഞാനും നിങ്ങളും മാത്രമേ, ഞാനും എൻ്റെ പെണ്ണുങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇനി എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, പിന്നെ ചുരുക്കി പറയാൻ കുറഞ്ഞ സമയം കൂടിയുള്ളത്, പടച്ചോൻ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മളെ മക്കള്. ആ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. ഖുർആൻ പറയുന്നുണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാമിന് കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് അല്ലാഹ് പ്രയോഗിച്ചൊരു പ്രയോഗം എന്താ അറിയും? വബശ്ശർനാഹു, പ്രയോഗമാണ്, നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് സന്തോഷമാണ്. അപ്പൊ നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹമാണ് നമ്മുടെ മക്കള്. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കി മാറ്റുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഞമ്മക്കൊക്കെ ഒന്നാമത്തെ കുഞ്ഞുണ്ടായത് എങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കമ്പനിക്കാരനോട് പറയാം, എടാ കുടുങ്ങിപ്പോയടാ, എന്താ കാട്ടുക? ഒന്നും കാട്ടായില്ല. ആദ്യത്തെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ തീരെ ഉണ്ടാവില്ല എന്നറിയാം. ആ കുടുങ്ങിപ്പോയ കുട്ടി നമ്മളെ മൂത്ത കുട്ടി. ആ കുട്ടിക്ക് നമ്മളോടുള്ള കൺസെപ്റ്റ് എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ചു. ഇത് ഭയങ്കര പ്രശ്നമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊല്ലങ്ങളോളം കാത്തിരുന്നു, പ്രാർത്ഥിക്കാണെന്ത്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ. സക്കരിയ നബി അലൈഹിസ്സലാമിന് 128 വയസ്സായി, ഭാര്യ ഈശാ ബിന്ദു ഫാക്കൂദിന് 98 വയസ്സായി, കുട്ടികളില്ല. മറിയം ബീവിയിൽ നിന്ന് ആ കറാമത്ത് കണ്ടതോടുകൂടി അവിടുന്ന് പറയാണ്, പടച്ചോനോട് പറയാണ്, റബ്ബി ഹബിലി മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബ, എനിക്ക് ത്വയ്യിബത്തായ വിശിഷ്ടമായ സന്തതിനെ പടച്ചോനെ തരണേ. കാരണം സമീഉ ദുആ ആണ് പടച്ചോനെ നീ, അതുകൊണ്ട് എന്നെ സഹായിക്കണം, എനിക്ക് സന്താനത്തെ തരണേ. അപ്പൊ മക്കളെ തരണേ, സാലിഹായ മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിതം ആരംഭിക്കണം. മക്കൾക്ക് വേണ്ടി പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ട് നമുക്ക് കുട്ടികളെ കിട്ടണം. അത് നമ്മൾ മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയാം? പടച്ചോൻ തട്ടിക്കളയാത്തൊരു പ്രാർത്ഥന ഉണ്ട്. അത് ആരെ പ്രാർത്ഥനയാണെന്നറിയാം? അത് ഉമ്മമാരെ നിങ്ങളെ പ്രാർത്ഥനയാണ്. അത് പടച്ചോൻ തട്ടിക്കളിയില്ല. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ലേ? നമ്മളൊക്കെ ജോലിക്ക് കയറുമ്പോ, ജോലിക്ക് പോകുമ്പോൾ ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും ജോലിക്ക് പോകുന്നെന്ന് വീട്ടുകാരെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ, ഉപ്പാനെയും കുടുംബക്കാരൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ യാത്ര പറയുന്ന ഒരു ദിവസമുണ്ട്. എല്ലാരോട് യാത്ര പറഞ്ഞിട്ട് അവസാനം ഉമ്മന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും, ഉമ്മച്ചേ പോവാണ്, ജോലി ശരിയാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയും. നിസ്കാരക്കുപ്പായിട്ടിട്ട് നമ്മുടെ ശരീരത്തെ ചേർത്ത് പിടിച്ച് ഉമ്മ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു മന്ത്രമുണ്ട്, മോനെ എന്റെ കുട്ടി പോയിക്കോളണ്ടി, എന്റെ കുട്ടിക്ക് അത് കിട്ടും, ഉമ്മച്ചി പ്രാർത്ഥിക്കും. അത് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ലോകത്ത് ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്തൊരു കോൺഫിഡന്റ്. ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? ഫുൾ A+ കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷൻ എൻ്റെ മോന് കിട്ടണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പടച്ചോനെ, അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. അതിന്റെ കൂടെ നിങ്ങൾ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് അറിയാം, പടച്ചോനെ സ്വാലിഹായ മക്കളാക്കി തരണേ എൻ്റെ മക്കളെ. പുതിയ കാലം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ താമരശ്ശേരിയിൽ? ഭർത്താവില്ല, മോനെ പൊന്നുപോലെ നോക്കി, അയൽ വീടുകളിൽ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊടുത്തിട്ടാണ് മഹർ വാങ്ങിട്ട് മോനെ കല്യാണം കഴിപ്പിച്ചത്. സ്വന്തം മോന്റെ കടാര കിരിയാകുന്ന അന്നുപോലും
മോന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിന്റെ ഉള്ളിൽ ഒരുക്കി വെച്ചിട്ട് മോന്റെ മുന്നിൽ കൊണ്ടാന്ന് വെച്ചുകൊടുത്തു. എന്നിട്ടാണ് ക്യാൻസർ രോഗിയായ പ്രിയപ്പെട്ട മാതാവിനെ ക്രൂരമായി കൊല ചെയ്തറിഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വന്തം ബാപ്പാനെ അടിച്ചു കൊല്ലുന്ന മക്കള്. അതേ പറയണത്, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് പടച്ചോനോട് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നല്ല മക്കളെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ഉമ്മമാരെ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളെ പ്രാർത്ഥന പടച്ചോൻ തട്ടിക്കളിയൂല. അത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്നറിയോ, അവർക്ക് വളരാൻ ആവശ്യമായ നല്ല ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. നമ്മളെ വീടിന്റെ അവസ്ഥ എന്താ ഇപ്പോ? എന്താ നമ്മളെ വീടിന്റെ അവസ്ഥ? നമ്മുടെ വീട്ടില് സിനിമയും സംഗീതവും അല്ലേ, എല്ലാ തോന്നിയാസവും നടക്കുന്ന വീട്. നബി തങ്ങൾ പറയാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന വീടാണ് ജീവനുള്ള വീട്, അള്ളാഹിനെ ഓർക്കാത്ത വീടാണ് ജീവനില്ലാത്ത വീട്. എന്റെ വീട് ജീവനുള്ള വീടാണ്, നമ്മുടെ വീട് ജീവനുള്ള വീടാണ്. അവിടെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു മർഫൂആയ ഹദീസ് ഉണ്ട്. എന്താ അതിൽ പറയുന്നതെന്നറിയോ? ഖുർആൻ ഓതുന്ന വീട് അത് റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന വീടാണ്. ഖുർആൻ ഓതുന്ന വീട് ശൈത്താൻ ഇറങ്ങി ഓടുന്ന വീടാണ്. ഖുർആൻ ഓടുന്ന വീട്, ആ വീട് എത്ര ചെറുതാണെങ്കിലും ആ വീട്ടിൽ അള്ളാഹു വിശാലത കൊടുക്കും. ഖുർആൻ ഓതുന്ന വീട്, ആ വീട്ടിൽ എത്ര ബറക്കത്തില്ലെങ്കിലും ആ വീട്ടിൽ ഇങ്ങനെ ബറക്കത്ത് ഇങ്ങനെ പടച്ചോൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. നമ്മുടെ വീട് ഖുർആൻ ഓതുന്ന വീടാണോ? നമ്മൾ ആലോചിക്കണം. ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, വീട്ടുകാരിൽ ബറക്കത്തുണ്ടാകും, മക്കളിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ നമ്മൾ ഖുർആൻ ഓതുന്ന വീടാക്കി മാറ്റണം. ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ ശൈത്താൻ അവിടെ വരും. ഖുർആൻ ഓതാത്ത വീടാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ വരൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്നിവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ശൈത്താൻ കൂട്ടാളികളോട് പറയും, ഇന്നിവിടെ തിന്നാനുള്ള സൗകര്യവും. എന്നാ നമ്മുടെ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ? ശൈത്താൻ ഊണും ഉറക്കവും കൊടുത്തിട്ട് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. നമ്മളെ നാലോചിച്ചു. മുമ്പ് കാലത്തൊക്കെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലേ ഖുർആൻ എടുത്ത് ഓതാൻ വേണ്ടി പറയുന്ന വല്യപ്പമാരുണ്ടായിരുന്നു. ആരാ പറയാനുള്ളത്? കുടുംബനാഥയുടെ അവസ്ഥ എന്താ? 24 മണിക്കൂറും 450 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാനേ സമയമുള്ളൂ. 7ാം ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, +2ന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഡിഗ്രീന്റെ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ അറിയോ, കാസർഗോഡ് പിന്നെ തലശ്ശേരിയിലുള്ള 53-കാരിയായ പെണ്ണ്, ഏത് ഭർത്തൃമതിയായ പെണ്ണ്, കൂടെ പഠിച്ച 4ാം ക്ലാസ്സിൽ 4 വരെ ഒന്നിച്ചു പഠിച്ച കാസർകോട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞത് ഇവിടെ വേറെ ഡെൻമാർക്കിലോ യൂറോപ്യൻ കൺട്രീസിലോ അല്ല, കൊച്ചു കേരളത്തിലെ തലശ്ശേരിയിൽ എന്ന കാസർകോട്ടേക്കാണ്. അല്ലേ? പുതിയ എന്താ പഴയ പഠിച്ച ഒന്നിച്ചു പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. എല്ലാ ഗ്രൂപ്പിലും നമ്മളെ ഉമ്മമാരും എല്ലാവരും ഉണ്ട്, എല്ലാത്തിലും സജീവ. എല്ലാ ഗ്രൂപ്പിലും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ എന്താ പണി എന്നറിയോ? ഈ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കലും അതിലെ ക്വിസിന് ഉത്തരം പറയലും. ഇതാണ് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളെ പണി. പിന്നെ നാട്ടിലെ ഉള്ള ഫസാദും ഗീബത്തും നമീമത്തും പറയുന്ന ഗ്രൂപ്പ് വേറെ ഉണ്ട്. പിന്നെ നാത്തൂമാര് മാത്രം വേറെയുള്ള ഗ്രൂപ്പ് ഉണ്ട്. അമ്മായിമ്മമാരും പിന്നെ ചീത്തറിയാൻ മാത്രമുള്ള വേറെ ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ഗ്രൂപ്പിലും നമ്മൾ മെമ്പർമാരാ. പടച്ചോന്റെ ഗ്രൂപ്പിൽ നമ്മൾ മെമ്പറല്ല. നമ്മുടെ നാട്ടിലൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, അതിലുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലൊരു റിയാദുൽ ജന്ന ഉണ്ട്, അതിലുണ്ടോ? അതിലില്ല. വേറെ എല്ലാത്തിലും നമ്മളുണ്ട്. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ വരണം. എന്നാലേ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുള്ളൂ, റഹ്മത്ത് ഉണ്ടാവുള്ളൂ. 4ാമത്തെ ഒരു പോയിന്റ് പറയാനുള്ള എന്താ അറിയോ? നമ്മുടെ മക്കള് നല്ലത് കേൾക്കണം, നല്ലത് കാണണം, നല്ലതിന് സാക്ഷ്യം വഹിക്കണം. കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ തലച്ചോറിൽ ന്യൂറോണുകളാണ്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സിനാപ്സുകൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ സിനാപ്സുകളിലാണ്. കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയം 6 മാസത്തിന്റെയും 3 വയസ്സിന്റെ ഇടയിലുള്ള സമയമാണ്. ആ സമയത്ത് കുട്ടികൾ എന്ത് കാണുന്നു, കുട്ടികൾ എന്ത് കേൾക്കുന്നു, കുട്ടികൾ എന്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ആ സമയത്ത് കുട്ടികൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. നിങ്ങൾ നോക്ക്, ഒരു 2 വയസ്സുള്ള ഒരു മോന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നിസ്കരിച്ചു നോക്ക്. നമ്മളിങ്ങനെ കൈകെട്ടി നിസ്കരിക്കും, ആ കുട്ടി കൈകെട്ടും. നമ്മൾ ഫാത്തിഹ ഓതും, ആ കുട്ടീന്റെ ചുണ്ടിങ്ങനെ ചലിപ്പിക്കും. എന്നെ അത്ഭുതപ്പെടുത്തി എന്താ അറിയും? നമ്മുടെ ഇഫ്തിറാശിന്റെ ഇരുന്നിട്ട് വിരലിങ്ങനെ അനക്കും. എങ്ങനെ നോക്കിയിട്ട് വിരലിങ്ങനെ അനക്കും.
നമ്മൾ സൊഫിൽ നിൽക്കുമ്പോ രണ്ട് കാലിങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോ 2 വയസ്സുകാരൻ എന്ത് ചെയ്യുന്നറിയോ, കാലിങ്ങനെ അടുപ്പിച്ച് നോക്കും. എന്താ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കുകയാണ് കുട്ടികൾ. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. പക്ഷെ നമ്മൾ വിചാരിച്ചെന്താ അറിയോ, ആ സമയത്ത് കുട്ടികൾ എന്തറിയാനാണ്, എന്ത് മനസ്സിലാക്കാനാണ് എന്ന് വിചാരിച്ചിട്ട് ഉള്ള തോന്നിയാസങ്ങളൊക്കെ ഓല മുമ്പിൽ വെച്ചിട്ട് പറയും. ഒരിക്കലും ചെയ്യരുത്. അധ്യാപകന്റെ കുട്ടി അധ്യാപകനാകുന്നു, ഡോക്ടറുടെ കുട്ടി ഡോക്ടറാകുന്നു. അതെങ്ങനെയാ? കുട്ടി കാണുന്നതും കേൾക്കുന്നതും, ആ മാതാപിതാക്കൾ പഠിക്കുന്നതും വായിക്കുന്നതും മനനം ചെയ്യുന്നതും ചിന്തിക്കുന്നതും. അങ്ങനെ ഒരു അവസരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ഭാവിയിൽ നന്നാകും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, സൂറത്തു നൂറിൽ അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ 3 മറകളുണ്ട്. ഏതാ 3 മറ? അള്ളാഹ് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, 3 സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ തൊഴിലാളികളും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും അനുവാദം ചോദിക്കാതെ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിൽ കയറാൻ പാടില്ല. ഏതൊക്കെ സമയമാണത്? 1, വമിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിയുടെ മുമ്പ് വാപ്പയും ഉമ്മയും ഉറങ്ങുന്ന സമയം, അനുവാദമില്ലാതെ റൂമിൽ കയറാൻ പാടില്ല. 2, വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം, അനുവാദമില്ലാതെ റൂമിലേക്ക് കയറാൻ പാടില്ല. 3, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ നമസ്കാര ശേഷം അനുവാദമില്ലാതെ റൂമിൽ കയറാൻ പാടില്ല. ഈ 3 സമയത്തെക്കുറിച്ചും ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ? സലാസു ഔറാത്തിൻ ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ കാണിച്ച് നടക്കേണ്ടതല്ല, മറച്ച് നടക്കേണ്ടതാണ്. കുട്ടികൾ കാണരുത്, കുട്ടികൾ കേൾക്കരുത്, കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത്. പരിപാവനമായ ദാമ്പത്യമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ചെയ്തത്, നമ്മളെ വീട്ടിലെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് മോന്റെ കയ്യിൽ എന്ത് ചെയ്തു? മൊബൈൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് മോനോട് പറഞ്ഞു, ഇഷ്ടമുള്ളൊക്കെ കണ്ടോ. അവൻ എന്താ കാണുന്നത്, അവൻ എന്താ കേൾക്കുന്നത്, നമുക്കൊന്നും അറിയില്ല. ഇങ്ങോട്ട് നോക്ക്, ലോകത്ത് WHO നടത്തിയൊരു പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ പുതിയ പറയുന്നത് എന്തറിയോ? പ്യൂബേർട്ടി സ്റ്റേജ് കഴിച്ച് അഡോളസൻസിലെത്തിയ കുട്ടികളാണ്. 13 മുതൽ 20 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത്. അതിന്റെ കാരണം എന്താ പറയണെന്നറിയോ? മോഡേൺ സയൻസ് പറയാണ്, ഇൻസ്റ്റഗ്രാം, അതിന്റെ അഡിക്ഷനാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മൾ അറിയിക്കുന്നത്. എങ്ങനെയാ ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു പേജ് ഫോളോ ചെയ്യുമ്പോൾ അതിലൊരു ഒരാൾക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്ക് ചിന്തിക്കണ്ട. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. അതിൽ പറയുന്ന ഒരു കാര്യം എന്താ പറയാ, ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാണ്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഓനിങ്ങനെ നോക്കും. എന്താ നോക്കുക? ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ ഓനിങ്ങനെ നോക്കും. ഓന്റെ പേജിൽ എന്താ നോക്കുക? എന്റെ ഫോട്ടോ ആരൊക്കെ കണ്ടു, ആരൊക്കെ ലൈക്ക് അടിച്ചു, ആരൊക്കെ കമന്റ് ചെയ്തു എന്നിങ്ങനെ നോക്കും. നോക്കുമ്പോ എന്താണ്? ആകെ 2 ലൈക്ക് അല്ലേ? ആകെ 2 ലൈക്ക്. ഒരാള് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെ 3 ആള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ കൊണ്ട് പറയാം, മാനസികമായിട്ട് അവൻ തകരുന്ന. പുതിയ തലമുറയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്നാണ്. ഞാൻ വെറുതെ പറയല്ല. താമരശ്ശേരിയിൽ, വയനാട് ജില്ലയിൽ 2 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ആ കുട്ടികളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോ നിയമപാലകർ പറഞ്ഞെന്നറിയോ? ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രത്യേകമായ പേജ് ഫോളോ ചെയ്യുന്നവരാണ് സൂയിസൈഡ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ചു, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മൊബൈലിന്റെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കണം. ഇത് തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിൽ ഇത് നമ്മൾ സ്വതന്ത്രമായിട്ട് പോലെ കയ്യിലേക്ക് കൊടുക്കരുത്. എന്നാൽ ഇത് കൊടുത്തില്ല, നമ്മളെ വീട്ടില് ബദറൂദു ഹന്തൊക്കെ ഉണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടത്? ഓലിക്ക് കൊടുക്കുന്ന മൊബൈലിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലി ലിങ്ക് നമ്മുടെ മൊബൈൽ ഉണ്ടാകണം. മോനോട് പറയണം, ഈ കളിച്ചു അരമണിക്കൂർ കളിച്ചതിന് ശേഷം എന്താ കളിക്കണത്? ഇന്ന ഗെയിമാണ്. ഓക്കെ, ഈ കളിച്ചോ. അരമണിക്കൂർ കഴിഞ്ഞാല് വാപ്പ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഫാമിലി ലിങ്ക് വഴി എന്ത് ചെയ്യും? ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചേ ഒരു 5 മിനിറ്റ് കൂടെ കളിച്ചോട്ടെ, ഒന്ന് തുറന്നേരോന്ന് ചോദിക്കും. ഇല്ല, തുറക്കൂല. അപ്പൊ എന്ത് ചെയ്യും? മോനെ ഈ നിസ്കരിച്ചോ? നിസ്കരിച്ചില്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റും കൂടെ തരും. മോന് ഖുർആൻ ഓതിയോ? ഇങ്ങനെ ഓരോ സാധനങ്ങളും നന്മകൾ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? തീരെ കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇനി മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇവര് മൊബൈലിലൂടെ എന്താ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അവരൊരു പോസിറ്റീവ് തലത്തിലേക്ക് പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഈ കൊറോണ സമയത്ത് നമുക്കൊക്കെ ഉണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാല്, മൊബൈല് ഞാൻ എൻ്റെ കുട്ടിക്ക് തൊടാൻ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞോലെ, മൊബൈൽ എടുത്തോളി മക്കളെ. കാരണം എന്താ, ഒരു ഒഴിവുമില്ല, കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ മൊബൈൽ വേണം. നമ്മൾ എന്തൊക്കെ ചെയ്തു, അവസാനം എന്താന്ന് വെച്ചാല് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ കൊറോണ കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, കുട്ടികളെ കിടന്നറിയോ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, എടാ പിന്നെ ആ മറ്റേ വൈറ്റ് ഫോറസ്റ്റ് കേക്കില്ലേ, ഇതൊന്നും ഉണ്ടാക്കി തരും, ഞാൻ സാധനമൊക്കെ കൊണ്ടുതരാം. എന്നാ ഉപ്പിച്ച് നിങ്ങൾ കൊണ്ടുവരുമോ? ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിലെടുത്തിട്ട് യൂട്യൂബിൽ എടുത്തിട്ട് വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഫുള്ള് എന്ത് ചെയ്തു, അതിന്റെ ഇൻഗ്രീഡിയൻസും സാധനങ്ങളും മുഴുവൻ എഴുതി വെച്ച്, എന്നിട്ട് ഇങ്ങനെ ഓണാക്കിയിട്ട് ഇന്ന് കലക്കുക, മറ്റേ ഇതാക്കുക. ഇതെങ്ങനെ ഇൻട്രസ്റ്റ് കയറിയുണ്ടല്ലോ, നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട, നിങ്ങളെ മക്കളെ കയ്യിൽ നിങ്ങൾക്ക് മൊബൈൽ കൊടുക്കാം. അവരുടെ ചിന്തയും അതേപോലെ തന്നെ അവർ എന്താണ് യൂസ് ചെയ്യുന്നത് അത് പോസിറ്റീവ് തലത്തിലേക്ക് എന്ത് ചെയ്യണം, വഴിതിരിച്ച് വിടാൻ നമുക്ക് കഴിയണം. ഇപ്പൊ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കോഡിങ് പഠിക്കാം, വ്യത്യസ്തമായ ആപ്പുകൾ, പല കാര്യങ്ങളും പഠിക്കാനുള്ള വ്യത്യസ്തമായ ആപ്പുകൾ, രസകരമായ ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, അതിലേക്കൊക്കെ അവരുടെ ചിന്തകളെയും അതേപോലെ തന്നെ അവരുടെ ഇത്തരം കാഴ്ചകളെ വഴിതിരിച്ചു വിടാൻ നമുക്ക് കഴിയും. ഈ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, ഒരു പരിധി വരെ പരിഹരിക്കാൻ നമുക്ക് പറ്റും. അടുത്തൊരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാൻ എന്താ അറിയോ, പിന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഈ കോസ്മെറ്റിക്സിന്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിക്കൊടുക്കല്ലാതെ ഓരോരിക്കലും ഉപയോഗിക്കില്ല. ഞാൻ ചോദിക്കണം എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് പ്രകൃതിപരമായി പടച്ചോൻ തന്ന സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താ ഒരു പ്രശ്നം ഉണ്ടാകുന്നറിയാം, ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇങ്ങനെ പ്രശ്നമാണ്. എന്തിനാ ഉപയോഗിക്കേണ്ടത്? മുഖത്തുള്ള പാടൊക്കെ ഇല്ലാതാക്കാനാണ്. അത് ഇല്ലാതാക്കിയിട്ട് എല്ലാവരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടത്. ഒരു ദിവസം കോസ്മെറ്റിക്സ് ഇല്ലാതെ ആൾക്കാരുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പൊ നിർബന്ധമായി, അപ്പൊ സ്ഥിരം ഇത് വാങ്ങുന്ന ഒരു അവസ്ഥ വന്നു. എത്ര പൈസയാണ് പൊടിക്കുന്നത് അവിടെ ആലോചിച്ചു. ഇനി മാത്രമല്ല, ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരു പണ്ടൊക്കെ നമ്മൾ പറയാന്ന് വെച്ചാൽ പൂവാലന്മാരെന്നു, ഇപ്പൊ അതിന്റെ പേര് മാറിയിട്ട് കോയികൾ എന്നായിട്ടുണ്ട്. ഇവരെ പരിപാടി എന്താ പറയുക, ഈ പെൺകുട്ടികളെ പിന്നാലെ നടക്കാന്നുള്ളതാണ്. പെൺകുട്ടികളെ പിന്നാലെ നടക്കാന്ന് മാത്രമല്ല, പിന്നാലെ നടന്ന് പ്രണയം നടിച്ച് പ്രേമം നടിച്ച് വശത്താക്കി സമ്പത്തും ശരീരവും പൂർണ്ണമായും ചെയ്യാൻ. അതോടുകൂടി അവന്റെ ഫോൺ ഓഫായി. പിന്നെ വിളിച്ചാണ്ടോ കിട്ടുന്നത്? അവിടെ ആലോചിച്ചു. നമ്മളെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. പാപ്പാനോട് പറയാൻ പറ്റോ, ഉമ്മനോട് പറയാൻ പറ്റോ, നാട്ടുകാരോട് പറയാൻ പറ്റോ, സുഹൃത്തിനോട് പറയാൻ പറ്റോ, ആരോട് പറയാൻ പറ്റും? അങ്ങനെയാണ് വീട്ടിൻ്റെ ഉള്ളിലെ ഫാന്റെ മുകളിൽ കെട്ടി തൂങ്ങി അങ്ങോട്ട് മരിച്ചുള്ളത്. എത്ര കുട്ടികൾ, ഒന്നും രണ്ടും മക്കളല്ല, 100 കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് എന്നാ നമ്മൾ പഠിക്കുക? എന്റെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള തീരുമാനം പ്രിയപ്പെട്ട ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ എടുക്കണം. അതിനെന്താ വേണ്ടതെന്നറിയോ? ഒന്നുകിൽ നട്ടല് വേണം, അല്ലെങ്കിൽ നട്ടലിന്റെ ഫോട്ടോസ്റ്റാറ്റെങ്കിലും വേണം. ഇതില്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മളെ പ്രശ്നം. ഒന്നുകിൽ ഭാര്യനെ നിലനിർത്താൻ പറ്റണം, എന്നാലേ പ്രശ്നം തീരുള്ളൂ. വലിയ പ്രശ്നമാണ് ഇത്. ഇത് ചെറിയ പ്രശ്നമൊന്നല്ല. എത്ര കുട്ടികളാണ് ദുരന്തത്തിൽ അകപ്പെട്ടു വന്നത്. അങ്ങോട്ട് നോക്ക്, കണ്ണൂർ ജില്ലയിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ 2 മാസമാണ് ലഹരി കൊടുത്തിട്ട് 15 കുട്ടികൾ ഉപയോഗിച്ചത്. നിങ്ങൾ അറിയോ? 2 മാസം. ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഈ ലഹരി ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് വന്ന പെൺകുട്ടീനെ തിരിച്ചറിയാൻ ഉമ്മക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. കാരണം എന്താ, ഒരാളെ നമ്മളെ കൂടെ ഇരിക്കുന്ന ആള് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സിന്തറ്റിക് ലഹരികളാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം നിങ്ങൾ നോക്ക്. കഴിഞ്ഞ ദിവസം ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞുമോനെ കൊന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം താമരശ്ശേരിയിൽ പ്രിയപ്പെട്ട ഉമ്മനെ കൊന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ ഉമ്മനെ കൊന്ന ആളുടെ കൂട്ടുകാരൻ എന്ത് ചെയ്തു? സ്വന്തം ഭാര്യനെ കൊന്നു. ഇതൊക്കെ പരിശോധിക്കുമ്പോ ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് ലഹരിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഇത്രയധികം ലഹരി വ്യാപിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്താ അറിയോ, നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ പറയുന്നത് എന്താ അറിയോ? എന്ന് വെച്ചാല് മദ്യം നാടിന്റെ മുഖ്യ വരുമാനമാക്കണമെന്നാണ്. അത് മാത്രല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാല്, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പോ ഈ നമ്മുടെ തലമുറയിൽ ഇത്രയും അധികം ലഹരി വ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാല്,
നമ്മുടെ തലമുറയിലെ പുതിയ തലമുറയെ പഠിപ്പിക്കപ്പെടുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം. ഈ കൺസെപ്റ്റാണ് നമ്മുടെ കുട്ടികളെ ഇത്തരം തിന്മകളിലേക്ക് എത്തിക്കുന്നത്. ലിബറൽ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ലിബറലിസത്തിന്റെ 3 അടിസ്ഥാന ആശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? ഒന്നാമത്തേത് ഫ്രീഡം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ബോഡി എന്റെ സ്വാതന്ത്ര്യമാണ്, അതിൽ ആരും കൈകെടുത്താൻ വരണ്ട. നമ്മൾ പറയാണ് മോനെ കള്ളുടിക്കണ്ട, കരള് പോവും, മോനെ കള്ളുടിക്കണ്ട, മോന്റെ ജീവിതം നശിക്കും, കുടുംബം നശിക്കും അല്ലേ എന്ന് പറയുമ്പോ മോൻ പറയാനെന്തറിയോ? ഇതെന്റെ ബോഡിയാണ്, നിങ്ങൾ എന്തിനാ എന്റെ കരളല്ലേ പോവുക? പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതാണ് കുട്ടികൾ ചോദിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാന ആശയങ്ങളിൽ രണ്ടാമത്തത് റൈറ്റ്, ഇതെന്റെ അവകാശമാണ്, അത് നിങ്ങൾ കടകെടുത്താൻ വരണ്ട. മൂന്നാമത് പറയുന്നത് എൻജോയ്മെന്റ്, ജീവിതം എന്ന് പറയുന്നത് ആസ്വാദനമാണ്, കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുള്ളൂ, ഇത് മാത്രമല്ലോ ജീവിതം, അതുകൊണ്ട് അടിച്ച് പൊളിക്കണം. ഇതാണ് പുതിയ കുട്ടികൾ പറയുന്നത്. ഇത് കേൾക്കുന്നതോടുകൂടി, ഈ ആശയം ഒരു കുട്ടീന്റെ മനസ്സിൽ കയറുന്നതോടുകൂടി ഒരു ഉപദേശം ഒരിക്കലും ആ കുട്ടികൾ കേൾക്കാൻ സന്നദ്ധമാകൂല അല്ലേ? ഒരിക്കലും അവര് എന്ത് ചെയ്യൂല? നമ്മൾ എന്ത് ഉപദേശിച്ചാലും ആരും എന്നോട് ചോദിക്കാൻ വരണ്ട, ഞാൻ ഉപയോഗിക്കുന്ന വേറൊരാൾക്ക് ഉപദ്രവമല്ലേ, എന്നാൽ അത് നന്മയാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ലിബറൽ കാഴ്ചപ്പാടുള്ള സമൂഹം എന്ന കാര്യം നമ്മൾ മറന്നുപോകാൻ പാടില്ല. 2, എളുപ്പം പണം ഉണ്ടാക്കാനുള്ള വഴിയാണ് ലഹരി. അവിടെ നോക്ക്, കോവിഡ് കാലം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി നേരിട്ടൊരു കാലമായിരുന്നു. 100 കണക്കിന് മനുഷ്യന്മാരുടെ ജോലി നഷ്ടപ്പെട്ടു, 10,000-കണക്കിന് ബിസിനസ്സുകാർ തകർന്നു തരിപ്പണമായി. നിങ്ങൾ നോക്ക്, കോഴിക്കോട് നിന്നൊരു ചങ്ങായി എന്ത് ചെയ്യാണ്? ബാംഗ്ലൂരേക്ക് ബസ് കയറിയാണ്. ബാംഗ്ലൂരേക്ക് ബസ് കയറിയിട്ട് ബാംഗ്ലൂര് ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് എന്ത് ചെയ്യാണ്? ബസ് സ്റ്റാൻഡിലൊക്കെ പിന്നെ അവിടുന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒരു ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഓന്റെ കയ്യിലേക്ക് 50 മില്ലിന്റെ 50 പേക്ക് കഞ്ചാവ് കൊണ്ടുപോയി കൊടുക്കാണ്. 1 മില്ലിക്ക് 2,500 റുപ്യ. എന്നിട്ട് ഓൻ എന്ത് അറിയോ? ഓന്റെ അണ്ടർവെയറിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നേരെ തിരിച്ച് ബാംഗ്ലൂർ ബസ്സിൽ നിന്ന് കോഴിക്കോടേക്ക് കയറി. കോഴിക്കോട് വന്നിട്ട് ആവശ്യക്കാർക്ക് വിളിച്ചിട്ട് കൊടുക്കാൻ 2,500 റുപ്യക്ക് 50 മില്ലിന്റെ 1 പേക്ക് വാങ്ങിയിട്ട് വിൽക്കുന്നത് എത്ര പൈസക്കാന്നറിയോ? 6,000 റുപ്യക്ക് 9,000 റുപ്യക്കും. ഇങ്ങനെ പൈസ ഇട്ടെങ്കിൽ വേറെ കച്ചവടത്തിന് ആൾക്കാർ പോവോ? ലഹരി നമ്മുടെ സമൂഹത്തിൽ ഇത്ര വ്യാപിക്കാനുള്ള കാരണം ഇതാണ്. അത് നമ്മൾ മറന്നു കളയാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അസ്വസ്ഥതയാണ് ലഹരി ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം എന്താ അറിയോ? നമ്മളെ മക്കള് എത്ര മണിക്കൂറാ മൊബൈൽ ഉപയോഗിക്കുന്നത്? രാത്രി മുഴുവനും മൊബൈൽ ഉപയോഗിക്കാണ് അല്ലേ? മൊബൈൽ കമ്പനികൾ നമ്മുടെ മക്കൾക്ക് പറയാം, മക്കളോട് പറയണം, മക്കളെ 12 മണി മുതൽ രാവിലെ 4 മണി വരെ ഫ്രീ ആണ്, നിങ്ങൾ ആരും വിളിച്ചോളി. ഓനോന്റെ കാമുകീനെ വിളിക്കാണ്, 4 മണി വരെ ഓളോട് വർത്താനം പറയാണ്. രാവിലെ എണീച്ചപ്പോ ഓനിക്കൊരു തലവേദന, ഒരു അസ്വസ്ഥത, മാനസിക പ്രശ്നം എന്താന്ന് തിരിയുന്നില്ല. മണിക്കൂറുകളോളം ഗെയിം കളിച്ചിട്ട് ഏത് ലഹരിയും കിട്ടും. അങ്ങനത്തെ ഒരു കാലാണ്. 6ാമത്തെ ഒരു പോയിന്റ് എന്താ? അനുകരണശീലം. സിനിമകളിലും സീരിയലിലുള്ള ഹീറോകൾ അനുകരിക്കുന്നു. ഓരൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു ചങ്ങാനെ കണ്ടില്ലേ? കണ്ടില്ലേ? സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചങ്ങാനെ 2 ദിവസമായിട്ട് വാർത്ത ഫുൾ അതാണ്, ലഹരിയാണ്, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. നമ്മൾ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? സ്ക്രീനിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? ഈ സെലിബ്രിറ്റികളെയാണ്. ഈ സെലിബ്രിറ്റികളാണ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്തത്? നിങ്ങൾ നോക്ക്, മിത്ത് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥമുണ്ട്. അത് നമ്മളെ ആളുകൾക്കൊക്കെ മിത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലഹരി ഉണ്ടെന്ന് പഠിച്ചു വിടുന്നറിയോ? ഒരു തമിഴ് സിനിമയിലെ ഒരു നായകൻ അത് ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടാണ്. ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വെറുതൊന്നല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. ഒരു DJ പാർട്ടി നടക്കാണ് ഇവിടെ, പാട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചാടി കളിക്കണം. നമ്മളെല്ലാവരും ചാടുകയാണ്. നമുക്ക് എത്ര മിനിറ്റ് ചാടാൻ പറ്റും? 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്. അതിന്റെ അപ്പുറത്ത് ചാടാൻ പറ്റൂല, തളർന്നു പോകും നമ്മള്. നമ്മളോട് പറയാണ്, മക്കളെ ഇങ്ങക്ക് രാവിലെ വരെ ചാടിക്കളിക്കണോ? അല്ലേ, ഞാൻ പറഞ്ഞ സാധനം ഒന്ന് തിന്നാ മതി, നിങ്ങൾക്ക് രാവിലെ വരെ ക്ഷീണമില്ലാതെ ചാടിക്കളിക്കാം. അതാണ് ലഹരി അല്ലേ? അതാണ് ലഹരി. ആസ്വാദനത്തിൽ ഏറ്റവും വലിയ ആസ്വാദനം എന്താ? ലൈംഗിക ആസ്വാദനം. കുട്ടികളോട് പറയാണ്, പുതിയ തലമുറയോട്, മണിക്കൂറുകൾ ലൈംഗിക ആസ്വാദനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. എന്നാ ഓല് മനസ്സിലാക്കുന്നില്ല. ഇതെനിക്ക് ആകെ കുറഞ്ഞ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പിന്നെ എന്റെ കരള് പോകും, എന്റെ ശരീരം പോകും, എന്റെ സാമ്പത്തിക ശേഷി, പ്രത്യുൽപാദന ശേഷി ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് അവനിക്കില്ല. വലിയ പ്രശ്നമാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, ലഹരി പൂക്കുന്നത് നമ്മുടെ ടർഫുകളിലാണ്. മഗ്‌രിബ് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്ത പള്ളി പോകുന്നൊരവസ്ഥ മുമ്പുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇന്നെന്താ അവസ്ഥ? ലേ
എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന നമ്മുടെ ടെറഫുകളിലാണ് ലഹരി. രാത്രി തുടങ്ങിയ കളി രാവിലെ അവസാനിക്കുന്നുള്ളൂ. ഉറക്കം വരികയാണ്, ക്ഷീണം വരികയാണ്. ഒരു കളി കഴിഞ്ഞോടുകൂടി ഇപ്പൊ പറയാ ക്ഷീണിക്കണ്ട, ഉറക്കണ്ടാവില്ല, ഇതൊന്ന് കഴിച്ചാ മതി, ഒരു 5000 റുപ്യ തന്നാവേ. കളിയിൽ നിങ്ങൾക്ക് 10000 റുപ്യ കിട്ടുന്നില്ലേ? അതിലൊരു 5000 തന്നാ പോരെ? 5000 കൊടുത്തിട്ട് എന്ത് ചെയ്യും? MDMA വാങ്ങുന്നു, കഴിക്കുന്നു, രാവിലെ വരെ കളിക്കുന്നു. ഇതാണ് ലഹരി വ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടെന്നറിയോ? കുട്ടികൾ പറയാണ് ജീവിതം ഒന്നേ ഉള്ളൂ. ആ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ അറിയോ? ജീവിതം ഒന്നല്ല, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമാണ്. ഈ ദുനിയാവിലെ ജീവിതം ഏത് സമയത്തും അവസാനിക്കും എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനാണ് നമ്മുടെ നാട്ടിൽ വിസ്ഡം സ്റ്റുഡൻസ് CRE ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. അതിനാണ് പെരിന്തൽമണ്ണയിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രൗഢമായ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ മക്കൾ നമ്മൾ പങ്കെടുപ്പിക്കണം, നമ്മുടെ കുടുംബത്തിലെ മക്കൾ നമ്മൾ പങ്കെടുപ്പിക്കണം. അത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അവർക്ക് ജീവിത ലക്ഷ്യം പഠിപ്പിച്ചു കൊടുക്കണം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനെന്ത് വേണം? അള്ളാഹ് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കണം. അള്ളാഹ് ഇഷ്ടപ്പെട്ട ജീവിതം ഏതാ? അത് ഖുർആനിക ജീവിതമാണ്. അതിന് ഖുർആൻ പഠിക്കണം, അത് ഹദീസുകൾ പഠിക്കണം, അതിന് സുന്നത്തുകൾ പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. എന്താ പറയുന്നത്? ഖു അൻഫുസകും വഅഹ്ലീകുൻ നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണം. അപ്പോ എന്റെ ഭാര്യനെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കുടുംബനാഥൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ദീന് പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ ദീന് പഠിപ്പിക്കണം, മതം പഠിപ്പിക്കണം. മദ്രസകളിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കണം. ഞായറാഴ്ച നടക്കുന്ന CRE ക്ലാസ്സുകളിൽ പറഞ്ഞേക്കണം. മതപരമായ എന്തൊക്കെ അറിവുകൾ എവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ ഒക്കെ നമ്മുടെ മക്കൾ ഉണ്ടാകണം. പിന്നെ ഏറ്റവും പ്രധാനമായി മക്കളെ സ്നേഹിക്കണം, കാരുണ്യം കാണിക്കണം. അവരോടുള്ള കാരുണ്യമാണ് അവരെ ചുംബിക്കുക എന്നുള്ളത്. ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളല്ല. അവരെ സ്നേഹിക്കാനും അവർക്ക് സ്കഫോൾഡിംഗ് ആണ് ആവശ്യം. അവരെ ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ മെന്റർ ആകാനും അവരുടെ ഫ്രണ്ട് ആകാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ മക്കളുടെ വിജയം ഉണ്ടാകുള്ളൂ. നമ്മളൊക്കെ മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ റസൂലുള്ളാഹി പറയാ ഒക്കെ അവസാനിച്ചു. എന്താ നമുക്കൊക്കെ ഉള്ളത്? എന്താ നമുക്കൊക്കെ പ്രിയപ്പെട്ടവരെ ഉള്ളത്? 3 കാര്യമാണ്. സ്വതക്കത്തുൻ ജാരിയ, ജാരിയത്തായ സ്വതക്ക, ഉപകാരപ്രദമായ അറിവ്. മൂന്നാമത്തെ എന്താ അറിയോ? വലതുൻ സ്വാലിഹുൻ യദൂല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അവിടെ നാലോചിച്ചു, മയ്യത്ത് കുളിപ്പിക്കുന്ന മക്കള്. ഞാനൊരു മണ്ണാർക്കാട് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. നോക്കുമ്പോണ്ടല്ലോ 4 ആൺകുട്ടികളാണ്. ഒന്ന് സ്വലാഹിയാണ്, ഒരു ഫാറൂഖി ഉണ്ട്, ഒരു മദനയുണ്ട്. അല്ലേ? 3 ആൺകുട്ടികളാണ്. 3 പേരും എന്ത് ചെയ്യാറ്? ഓര് 3 ആളും കൂടെ കുളിപ്പിച്ചു. ഒരു 3 ആളും കഫൻ ചെയ്തു. ഒരു 3 ആളുമാണ് മയ്യത്ത് പിടിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. ഓര് 3 ആളും ഖബറിൽ ഇറക്കി വെച്ചു. ഒരു 3 ആളാണ് ഖബറിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് മയ്യത്ത് വാങ്ങിയതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂത്ത മോനാണ് തസ്ബീഹ് ചൊല്ലിക്കൊടുക്കുന്നത്. എന്തൊരു മനോഹരമാണ്. വലതുൻ സ്വാലിഹുൻ യദ്ഉലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയാണ്, സന്തോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അങ്ങനെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ കാലമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും ഉമ്മമാരെ, ഒരിക്കലും പടച്ചോൻ തട്ടിക്കളയാത്ത പ്രാർത്ഥനയുണ്ട് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.